സുലൈം ഉമ്മു ഹക്കീം ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. ഉമ്മു ഹക്കീം ബിൻതുൽ ഹാരിസ് മക്കയിലെ ഇസ്ലാമിക ശത്രുക്കളുടെ നേതാവ് അബൂജഹൽ എന്ന് പറഞ്ഞ ഫിർഔനുമ, ഈ സമുദായം കണ്ട ഏറ്റവും വലിയ ഫിർഔൻ എന്ന് നിബിതങ്ങൾ പറഞ്ഞ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഉമ്മു ഹക്കീം ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. എന്നവര് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല ആദ്യകാലം. മക്ക വിജയം നടക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. ചെറിയാനായിട്ടില്ല. യമനിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. ഇസ്ലാമിനെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെ കണ്ണിൽ നോട്ടപ്പുള്ളിയായിരുന്നു ഇക്രിമത്തു ബിൻ അബി റളിയല്ലാഹു തആല അൻഹു. വലൗ കാന മുഅല്ലഖൻ ബിഅസ്താരിൽ കഅബ, കഅബയെ കില്ല പിടിച്ചിരിക്കുകയാണെങ്കിൽ തന്നെയും ഇക്രിമത്തു ബിൻ അബി ജഹലിന്റെ രക്തത്തിന് വിലയില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുമാർ ശത്രുത കാണിച്ചിരുന്നൊരു കാലം. യമനിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. യമനിലേക്ക് രക്ഷപ്പെടുന്നത് കരമാർഗമല്ലൂടെയാണ്. ഉമ്മു ഹക്കീം ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവ് രക്ഷപ്പെട്ടു ഓടുന്നു എന്ന് കണ്ടപ്പോ തന്റെ ഭർത്താവിനെ നന്മയിലേക്ക് വിളിക്കാൻ ഒരുമ്പെട്ടൊരുങ്ങുകയാണ് മഹദിയായ റളിയല്ലാഹു അൻഹ. ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ ജിദ്ദ വരെ കയറുന്നത്. ജിദ്ദയിലേക്ക് ഓടുന്നു. എന്റെ ഭർത്താവിനോടൊന്ന് പറയണം, ഇക്രിമാ, ഇനിയെങ്കിലും നേരമായില്ലേ അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ, ഇസ്ലാം മനസ്സിലാക്കാൻ, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ഇനിയും അവസരം വേണോ? ഒരാവർത്തിയിലേക്ക് സ്വന്തം ഭർത്താവിനെ വിളിക്കാൻ ഓടുന്നു മഹദിയായ ഉമ്മു ഹക്കീം ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. പടിഞ്ഞാറ് ഭാഗമാണ് ജിദ്ദ വരുന്നത്. കടലിലേക്ക് പോകുന്ന വഴി കൊലപാതകങ്ങൾ നടക്കാം, അപകടങ്ങൾ ഉണ്ടാകാം, എന്തെങ്കിലും സുരക്ഷിതത്വ ഭീഷണികൾ ഉണ്ടാവാം. എല്ലാം അവഗണിച്ചുകൊണ്ടൊരു പെണ്ണ്, ഒരു മഹദി ഒറ്റയ്ക്ക് ഓടുകയാണ്. തന്റെ ഭർത്താവ് ഇക്രിമ എന്നവരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ പറയാൻ. ഇക്രിമ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊക്കെ ഞാൻ സുരക്ഷിതത്വം വാങ്ങിച്ചു തരുന്നുണ്ട് എന്ന് നബിതങ്ങളുടെ സുരക്ഷിതത്വം, അമാൻ. ഒരു പെണ്ണ്, ഒരാണ്, ഏത് മതവിശ്വാസിയായിക്കൊള്ളട്ടെ, നബിയെ, ഇയാൾക്ക് ഞാൻ അഭയം നൽകിയെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നാരും തൊടാൻ പാടില്ല. റളിയല്ലാഹു അൻഹു നബിയോട് ചെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇക്രിമക്ക് ഞാൻ അഭയം കൊടുക്കുകയാണ് നബിയെ. എന്റെ ഇക്രിമയെ ആരും ഒന്നും. മഹദി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കൊടുത്ത മറുപടി, ഉമ്മു ഹക്കീമേ, ആർക്ക് അഭയം കൊടുത്തിട്ടുണ്ടോ അവർക്ക് നമ്മളും അഭയം കൊടുത്തു. നമ്മളാരും അവരെ ഒന്നും ചെയ്യില്ല. ഇക്രിമ സുരക്ഷിതരാണ്. ഒരു ഗ്രാമത്തിന്റെ അരികത്തെത്തി. അറാബികളോട് മഹദി പറഞ്ഞു, ഈ അടിമയെ നിങ്ങളൊന്ന് പിടിച്ചു വെക്കുമോ? ഞാൻ വരുന്നത് വരെ ഇവൻ എന്നോട് മോശമായി പെരുമാറുന്നു. തക്കം കിട്ടിയ നേരത്ത് വ്യഭിചാരമാണ് ഇവന്റെ മനസ്സിൽ വരുന്നത്. ഇവന്റെ കൂടെ നടക്കാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ എന്റെ ഭർത്താവിനെ തേടി പുറപ്പെട്ടതാണ്. ഇക്രിമത്തു ബിൻ അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു, അന്നും സ്വഹാബിയല്ല. നിങ്ങൾ ഇവനെ പിടിച്ചു വെക്കുമോ? ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ അവനെ കെട്ടഴിച്ചാൽ മതി. ബനൂ അഖ്കാര് ആ അടിമയെ പിടിച്ചു വെച്ചു. മഹദി ഓടുകയാണ് ജിദ്ദയുടെ മീനായിലേക്ക്. ജിദ്ദയിലെ സീപോർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു കപ്പല്, ആ കപ്പല് കരവിടാറായിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, സ്വഹാബിമാരെ കണ്ട് പഠിച്ച് അല്ലാഹുവിന്റെ ദീനിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ കലിമ ചൊല്ലി കടന്നു വന്നപ്പോ
യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. കൂട്ടം കൂട്ടമായ ആളുകൾ ദീനിലേക്ക് വന്നപ്പോ ആ ഒരു സൗഭാഗ്യം എന്റെ ഭർത്താവിന് നഷ്ടമാവല്ലേ, എന്റെ ഭർത്താവിന് ജീവിതത്തിലെ വലിയൊരു നന്മ, എന്നേക്കുമായുള്ള വിജയത്തിന്റെ ഒരു കയറ്, ആ പിടിക്കയറ് നഷ്ടപ്പെടരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓടുകയാണ് ചെറുപ്പക്കാരിയായ ഉമ്മു ഹകീം ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ. കപ്പലിന്റെ അരികത്ത് ഓടിയെത്തി. ഇക്രിമ ഓടല്ലേ, എങ്ങോട്ടാണ് ഓടുന്നത്? ഇക്രിമ എങ്ങോട്ടാണ് ഓടുന്നത്? ഇക്രിമ റളിയല്ലാഹു അൻഹു അന്ന് കപ്പലിൽ കയറിയിരുന്നിട്ടുണ്ട്. കപ്പലിലെ കപ്പിത്താൻ ഒരു മുസ്ലിമാണ്. കപ്പിത്താൻ മുഴുവൻ ആളുകളോടും പറഞ്ഞു, മുഴുവൻ ആളുകളോടും, ജനങ്ങളെ നല്ല നിയ്യത്ത് വെച്ചോളൂ, നമ്മൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. സർവാധിരാജനായ അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കടലാണിത്, തിരമാലകൾ. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ നിയ്യത്ത് നന്നാക്കണേ. അപ്പോൾ ഇക്രിമ ചോദിച്ചു, എന്ത് നിയ്യത്ത്? പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവേ നീ ഒരുത്തൻ മാത്രമാണെന്ന് നീ പറയേ. ഇക്രിമ പേര് പറഞ്ഞില്ല. ഇക്രിമ തങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഞാൻ ഓടുന്നത് ഈ വാക്ക് പറയാനാവില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇനി ഉച്ചരിക്കരുത്, എനിക്ക് പാടില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഓടുകയാണ്. അങ്ങനത്തെ ഞാൻ തന്നെ പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്? മഹദി ഓടി വന്നു. യബ്ന പിതൃ സഹോദരപുത്രനാണ് ഭർത്താവ്. യബ്ന ജിഇതുക മിൻ ഔസലിൻ നാസ് വഅബറിൻ നാസ് വഖൈറിൻ നാസ്. ഇക്രിമ, ഞാൻ വരുന്നത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരാളിന്റെ അരികത്ത് നിന്ന്, ജനങ്ങളിൽ ഏറ്റവും നന്മ ചെയ്യുന്ന ഒരാളിന്റെ അരികത്ത് നിന്ന്, ജനങ്ങളിൽ ഏറ്റവും കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഔസലിന്നാസ്. അതുകൊണ്ട് ഇക്രിമ, ഞാൻ വരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് നിന്നാണ്. ഇക്രിമ, നിങ്ങൾക്ക് ഞാൻ ഇന്നിസ്തഅമൻതു ലക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ രക്തത്തിന് സുരക്ഷിതത്വമുണ്ട്, ജീവന് സുരക്ഷിതത്വമുണ്ട്, നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. ഞാൻ അനുവാദപത്രം, സുരക്ഷാപത്രം നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇക്രിമ, താഴെ ഇറങ്ങ്, കപ്പലിൽ കയറല്ലേ, ഇറങ്ങ്, എന്റെ കൂടെ വാ. ഇക്രിമ തങ്ങൾ ചോദിച്ചു, ഉമ്മു ഹകീമേ, നീ അങ്ങനെ ചെയ്തോ? എനിക്ക് വേണ്ടി അമാൻ, സുരക്ഷിതത്വം നബിയോട് ചോദിച്ചു വാങ്ങിച്ചോ? ഖാലത്ത് നഅം, അതെ തീർച്ചയായും, എന്റെ കൂടെ വാ. അങ്ങനെ ആ കപ്പലിൽ കയറി രക്ഷപ്പെടാനിരിക്കുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വിളിയാളം കേൾക്കാൻ ഒരവസരം നൽകി ഉമ്മു ഹകീം റളിയല്ലാഹു അൻഹ, യബ്ന അമ്മി ഹാദാ അമാനും മിൻ റസൂലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നൽകുന്ന സുരക്ഷിതത്വമാണ്. അത് കണ്ട അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നു. ഇക്രിമ എന്നവരെ മരുഭൂമിയിലൂടെ മക്കയിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് കാണിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം വെച്ച് അവരന്ന് രാത്രി വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരാഗ്രഹം. ഇക്രിമ തങ്ങളോട് മഹദി പറഞ്ഞു, ഇന്നക കാഫിറുൻ വ അന മുസ്ലിമ, ഷഹാദത്ത് ഇതുവരെ ഉച്ചരിക്കാത്ത നിങ്ങളുമായി എനിക്കത് സാധ്യമല്ലല്ലോ. നിങ്ങൾ എന്റെ ഭർത്താവ് ശരി തന്നെ, പക്ഷേ വിശ്വാസം നമ്മുടെക്കിടയിൽ ഒരു വേലി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇക്രിമ, നിങ്ങൾ കലിമ ചൊല്ലി ഷഹാദത്ത് സ്വീകരിക്കുന്നത് വരെ എനിക്കത് സാധ്യമല്ലല്ലോ. ഇക്രിമ തങ്ങളൊരു വാക്ക് പറഞ്ഞു, ഇന്ന അംറൻ മനഅകി മിന്നി ലഅംറുൻ കബീർ, നിന്റെ ശരീരം പോലും എനിക്ക് നീ അനുവദിക്കില്ലെന്ന് പറയാൻ മാത്രം അത്രയും വലിയൊരു വിഷമത്തിലാണോ, ഒരു പ്രയാസത്തിലാണോ ഞാനുള്ളത്? ഈ ഷഹാദത്തിന്റെ വിവരം, കലിമായുടെ വിവരം ഇത്ര വലിയ വിഷയമാണോ? അവര് തിരിഞ്ഞു നടന്നു വരുന്നു. റോമക്കാരനായ തന്റെ അടിമ, ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയാണത്, ഉമ്മു ഹകീമിന്റെ അടിമയാണ്. ആ ചെറുപ്പക്കാരൻ മോശമായ പെരുമാറ്റം തന്നോട് പെരുമാറിയത് സൂചിപ്പിക്കുകയേ വേണ്ടി വന്നുള്ളൂ. ഇക്രിമ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് ആ അടിമയെ വധിക്കുകയാണ് ഉണ്ടായത്.
എന്റെ സ്വന്തം ഭാര്യയോട് ഇത്രയും മോശമായി പെരുമാറാൻ ധൈര്യം കാണിച്ച് നിന്നെ ഞാൻ എന്തിന് വെച്ചേക്കണം? ബനൂ അഖ്കാരുടെ അരികത്തെത്തി ആ അടിമയെ ഉടനെ വധിച്ചു കളയുകയാണ് ഉണ്ടായത്. ഇക്രിമ അപ്പോഴും ഇക്രിമ തങ്ങൾ മുസ്ലിമല്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വരുമ്പോൾ ലോകത്തിന്റെ ഗുരു സ്വഹാബികളോടൊരു വിഷയം പറയുന്നു. യഅതീകും ഇക്രിമതു ഇബ്നു അബീ ജഹലിൻ മുഅ്മിനൻ മുഹാജിറാ. ആകാശലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു നൽകുന്ന വഹയിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്നു, സ്വഹാബികളെ, ഇക്രിമ റളിയല്ലാഹു അൻഹു ഇപ്പൊ മുസ്ലിമായി വരുന്നുണ്ട്. യഅതീകും ഇക്രിമതു ഇബ്നു അബീ ജഹലിൻ മുഅ്മിനൻ മുഹാജിറാ. ഓടി രക്ഷപ്പെട്ടതായിരുന്നു. എന്നാൽ ഇങ്ങോട്ട് തിരിച്ച് നന്മയിലേക്ക്, സമാധാനത്തിലേക്ക് ഓടി വരുന്നുണ്ട് ഇക്രിമ. അതുകൊണ്ട് ലാ തസുബ്ബു അബാ. ബദറിൽ കൊല ചെയ്യപ്പെട്ട, വധിക്കപ്പെട്ട ഇക്രിമയുടെ വാപ്പയുണ്ട് അബൂജഹൽ. നിങ്ങളാരും അബൂജഹലിനെ കുറ്റം പറയരുതേ. ഇക്രിമ വരുമ്പോൾ فإن سب الميت لا يصل إلى الميت وقد يؤذي الحي. ആ മരിച്ച മനുഷ്യനെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഇക്രിമക്ക് വേദനയുണ്ടാകും. റളിയല്ലാഹു അൻഹു വാപ്പ അബൂജഹലിന് അറിഞ്ഞില്ലെന്ന് വരും. ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകും അവരുടെ മരിച്ച ബന്ധുക്കളെ സംബന്ധിച്ച് കുറ്റം പറയുമ്പോൾ. അതുകൊണ്ട് നിങ്ങളത് പറയല്ലേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞിരിക്കുന്ന നേരത്ത് അതാ വരുന്നു ഇക്രിമ റളിയല്ലാഹു തആല ഹബീബിന്റെ മുമ്പിലേക്ക് ചാടുകയാണുണ്ടായത്. നബി തങ്ങൾ അങ്ങോട്ട് ചെന്ന് ഹബീബും കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു. യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ. ഇക്രിമ വിളിക്കുന്നു. ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായം കണ്ട ഏറ്റവും വലിയ ഫറോവയുടെ പുത്രനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇന്ന ഹാദിഹി അഖ്ബറത്നി അന്നക അമ്മൻതനി. എന്റെ ഭാര്യ ഉമ്മു ഹകീം പറയുന്നു നബിയെ, നിങ്ങൾ എനിക്ക് സുരക്ഷിതത്വം തന്നിട്ടുണ്ടെന്ന്. തങ്ങൾ പറഞ്ഞു, സ്വദഖത് ഫഅൻത ആമിനുൻ. അവൾ പറഞ്ഞത് സത്യമാണ്, നിനക്ക് സുരക്ഷിതത്വമുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയെ, നിങ്ങൾ എന്താണ് ആളുകളെ വിളിക്കുന്നത്? നിങ്ങൾ എന്ത് സന്ദേശമാണ് ലോകത്തിന് കൈമാറുന്നത്? എന്താ നിങ്ങളുടെ ആശയം? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അദുഊക, ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്. ലോകത്തിന്റെ അധിപനും സൃഷ്ടാവുമായ സർവേശ്വരനായവൻ ഒരാളേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പേരാണ് അല്ലാഹ്. അവനെയാണ് ആരാധിക്കേണ്ടത്. എനിക്ക് നിങ്ങളൊന്നും തരണ്ട. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഏകനായ സൃഷ്ടാവിനെ മനസ്സിലാക്കണം എന്ന് പറയാനാണ്. അന്നീ റസൂലുള്ളാഹ്. എനിക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയ പോലെ ആ പ്രവാചക ശൃംഖലയുടെ അന്തിമ കണ്ണിയായ അന്ത്യദൂതനാണ് ഞാൻ. വഅൻ തുഖീമ സ്വലാഹ്, 5 നേരം നിസ്കാരം നിലനിർത്തണേ ഇക്രിമ. വതുഅതിയ സകാത്ത്, നിങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനമായി നിങ്ങളുടെ സകാത്ത് നിർബന്ധ ദാനം നിങ്ങൾ നൽകണേ. ഇതാണ് ഞാൻ വിളിക്കുന്ന വിഷയം. ഇവിടെ യുദ്ധത്തിന്റെ ആവശ്യമില്ല, കലാപങ്ങളുടെ ആവശ്യമില്ല, ഇവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ വിളിക്കുന്നത് വളരെ വളരെ സുരക്ഷിതമായൊരു മാർഗത്തിലേക്ക്. അതിന്റെ പേരിൽ നിങ്ങൾക്ക് സമ്പത്തിന് ചെലവില്ല, നിങ്ങൾക്ക് പ്രയാസങ്ങളില്ല, ശാരീരിക ബുദ്ധിമുട്ടുകളില്ല. സൃഷ്ടാവ് ഒരുവനാണ്, അല്ലാഹു ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ ഇക്രിമ തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. വല്ലാഹി വല്ലാഹി മാ ദഅഉത ഇല്ലാ ഇലൽ ഹഖ് വഅംറിൻ ഹസനിൻ ജമീൽ. മുഹമ്മദ് നബിയെ, നിങ്ങൾ ഈ വിളിക്കുന്നത് എത്ര നന്മയാണ്, എത്ര നല്ല കാര്യമാണ്. ഖദ് കുൻത വല്ലാഹി ഫീനാ വഅൻത അസ്ദഖുനാ ഹദീസൻ വഅബറുനാ ബിർറാ. ഞങ്ങളുടെ കൂടെ 40 കൊല്ലം നിങ്ങൾ ജീവിച്ച ജീവചരിത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 50 കഴിഞ്ഞ് 60ലേക്ക് എത്തിക്കഴിഞ്ഞു. 60 വയസ്സുവരെ ഞങ്ങൾക്കിടയിൽ ജീവിച്ച നിങ്ങൾ
ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി ഇസ്ലാമിന്റെ വീഥിയിലേക്ക് കടന്നു വരികയാണ്. ഫസുറ ബിദാലിക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഇക്രിമ, ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും, എന്ത് ചോദിച്ചാലും തരും. നിങ്ങൾക്ക് എന്ത് വേണം ഇക്രിമ? ലോകത്തിന്റെ ഗുരുവിന്റെ കയ്യിൽ സമ്പത്തില്ല, സമ്പാദ്യമില്ല, സ്വർണ്ണാഭരണങ്ങളില്ല. അതൊക്കെ അനുയായികൾക്കറിയാം. പ്രവാചകരിൽ നിന്ന് അനുയായികൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു നബിയോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഫഇന്നി അസ്അലുക അൻ തസ്തഗ്ഫിറ ലീ കുല്ല അദാവത്തിൻ ആദൈതുകഹാ. നബിയേ, നിങ്ങളോട് ഞാൻ ഒരുപാട് ശത്രുത വെച്ച് പുലർത്തിയിരുന്നു, നിങ്ങളെ എനിക്ക് വെറുപ്പായിരുന്നു. ആ എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന വെറുപ്പ് മുഴുവൻ സർവശക്തൻ മാപ്പു തരാൻ നിങ്ങൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കണേ. وكل مسير سار فيه إلى موضع يريد المسير إطفاء نورك. പ്രവാചകരെ, ഈ നന്മയുടെ വെളിച്ചം ഊതിക്കെടുത്താൻ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഉഹദിലേക്ക്, ഖന്തക്കിലേക്ക്, ഖൈബറിലേക്ക്, ഈ മക്കയുടെ ഓണം എല്ലാ മുഖമൂലകളിൽ എല്ലായിടത്തും ഞാൻ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വെളിച്ചം എവിടെയുണ്ടോ, ഇസ്ലാമിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ഞാൻ നടത്തിയ എന്റെ എല്ലാ യാത്രകളും എനിക്ക് പുറത്തു തരാൻ അങ്ങ് സർവശക്തനോട് ദുആ ഇരക്കണേ. ഫഗ്ഫിർ ലഹു മാ നാല മിന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരക്കാൻ പോവുകയാണ്. ഔ മഖാമിൻ ലഖീതുക ഫീഹി ഔ കലാമിൻ ഖുൽതുഹു ഫീ വജ്ഹിക ഔ അൻത ഗായിബുൻ അൻഹു. പ്രവാചകരെ, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പാടില്ലാത്തത്, എന്റെ പിതാവ് നിങ്ങളോട് കാണിച്ച ശത്രുതയുടെ പേരിൽ പിതാവിനെ കണ്ടുപഠിച്ച മകൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ സാന്നിധ്യത്തിലും മാപ്പാക്കണേ, പുറത്തു തരണേ, എനിക്കും മാപ്പു തരണേ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ഇരക്കാൻ പോവുകയാണ്. ലോകത്തിന്റെ ഗുരുവിന്റെ വിശാല മനസ്കതയെ ഒന്ന് മനസ്സിലാക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു കുല്ല അദാവത്തിൻ ആദാനിഹാ. സർവശക്തനെ, എന്നോട് എന്തെല്ലാം ശത്രുത ഇവൻ കാണിച്ചിട്ടുണ്ടോ, ഇക്രിമ ചെയ്തിട്ടുണ്ടോ, എല്ലാം മാപ്പാക്കണേ. വകുല്ല മസീരിൻ, നന്മയുടെ വെളിച്ചം ഊതിക്കെടുത്താൻ, യുരീദു ഇത്ഫാഅ നൂരിക, നിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ഇക്രിമ ചെയ്ത യാത്രകൾ ഇക്രിമക്ക് മാപ്പാക്കണേ. فاغفر له ما نال مني من عرض في وجهي او انا غائب عنه. എന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വിധത്തിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇക്രിമ പറഞ്ഞത്, എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഞാൻ ഇല്ലാതെ പറഞ്ഞത് എല്ലാം മാപ്പാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇക്രിമ തങ്ങളുടെ മറുപടി, റളിതു യാ റസൂലല്ലാഹ്, റളിതു യാ റസൂലല്ലാഹ്, റളിതു യാ റസൂലല്ലാഹ്. തൃപ്തിയായി നബിയേ, തൃപ്തിയായി. സന്തോഷമായി നബിയേ, സന്തോഷമായി. സമാധാനമായി നബിയേ, സമാധാനമായി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അമാ വല്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ, ഈ നന്മയുടെ വെളിച്ചം ഊതിക്കെടുത്താൻ ഒരുപാട് ഞാൻ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് നബിയേ. ഇല്ലാ അൻഫഖ്തു ദഅഫഹാ ഫീ സബീലില്ലാഹ്. ആ ചെലവഴിച്ച സമ്പത്തിന്റെ ഇരട്ടികൾക്കിരട്ടി ഈ വെളിച്ചം നിലനിർത്താൻ ഞാൻ ചെലവഴിക്കും നബിയേ. വലാ ഖിതാലിൻ ഫീ സദ്ദിൻ അൻ സബീലില്ലാഹി ഇല്ലാ അബ്ലൈതു ദഅഫഹു ഫീ സബീലില്ലാഹ്. ബദറിൽ, ഉഹദിൽ, ഖന്തഖിൽ, ഹുനൈനിൽ, ഈ യുദ്ധങ്ങളിലെല്ലാം നിങ്ങളോട് പടപൊരുതിയവനാണ് ഞാൻ. എന്റെ വാളുകൊണ്ട് നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച എത്രയോ നിരപരാധികളെ അന്ധമായ ശത്രുതയുടെ പേരിൽ ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എന്റെ ഈ വാളിന്റെ മൂർച്ച ഞാൻ ഇനി ഉപയോഗിക്കുന്നത് ഈ മതത്തെ പ്രതിരോധിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനാണ്. എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യണം നബിയേ എന്ന് പറഞ്ഞ് ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും വലിയ ശത്രുവിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു
ഉമ്മു ഹക്കീം ബിൻതുൽ ഹാരിസ് എന്ന ഒരു മഹദിയായ സ്വഹാബിയത്തിന്റെ കൈകളാൽ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, വമൻ അഹ്സനു ഖൗലാ. ശുദ്ധ വചനമാണ്, ഖുർആനിന്റെ ആയത്താണിത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹാ وقال إنني من المسلمين نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم نزلا من غفور رحيم. നന്മയുടെ വെളിച്ചം കെടാതെ സൂക്ഷിക്കണേ എന്ന ഒരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, വമൻ അഹ്സനു ഖൗലാ. മനുഷ്യൻ ഒരു ആയുഷ്കാലത്തിനിടക്ക് സംവദിക്കുന്ന സംവാദങ്ങളിൽ, സംസാരിക്കുന്ന പദപ്രയോഗങ്ങളിൽ, വാക്കുകളിൽ, ഒച്ചവെക്കുന്നിടത്ത്, മിണ്ടുന്നിടത്ത്, മനുഷ്യനാവുകൊണ്ട് പറയാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നന്മ പറഞ്ഞവരാരാണ്? മിമ്മൻ ദആ ഇലല്ലാഹ്. സർവേശ്വരനായ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ആളുകളെ നന്മയിലേക്ക് വിളിച്ചവരെക്കാളും ഏറ്റവും നല്ല വാക്കു പറഞ്ഞവരാരുണ്ട്? ആരാണ് ഏറ്റവും നല്ല വാക്കു പറയുന്നത്? സർവേശ്വരനെ മനസ്സിലാക്കി കൊടുക്കുന്നവരല്ലാതെ, അവരുടെ വാക്കുകളല്ലാതെ, പ്രബോധകരുടെ പദപ്രയോഗങ്ങളല്ലാതെ, ഈ നന്മയുടെ വെളിച്ചത്തിലേക്ക് ആളെ ക്ഷണിക്കുന്നവരല്ലാതെ ആരാണ് ഏറ്റവും നല്ല വാക്കുകൾ പറഞ്ഞത്? ലോക നന്മയാണ് അല്ലാഹു ഉദ്ദേശിച്ചത്. മനുഷ്യരെ പടച്ച് ഇതൊരു യുദ്ധക്കളമാവാനല്ല. والأرض وضعها للأنام. സമാധാനപൂർണമായ ഒരു ജീവിതത്തിന്, മനുഷ്യകുലത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപരമായി ജീവിക്കാൻ ഒരുക്കിയ ഭൂമിയാണിത്. ഈ ഭൂമിയെ അല്ലാഹു തആല സമാധാനം കൊണ്ട് ആവരണം ചെയ്യുകയാണ്. അഫ്ശുസ്സലാം, സമാധാനം പ്രചരിപ്പിക്കണേ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ സമാധാനത്തിന്റെ വഴിയിലേക്കാണ് വിളിക്കുന്നത്. സർവശക്തനായ അല്ലാഹു സമാധാനത്തിന്റെ വഴിയിലേക്ക് വിളിക്കുകയാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. മുത്തുനബിയുടെ ഉമ്മത്തികൾ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. എപ്പോ? ഉഖ്രിജത് ലിന്നാസ്. ലോക മനുഷ്യർക്ക് കണ്ടു പഠിക്കാൻ കഴിയുന്ന സംസ്കാരവും പെരുമാറ്റവുമുള്ള സ്വഭാവശീലമുള്ളവരാകണം നിങ്ങൾ. ഹബീബായ നബിയുടെ ഉമ്മത്തുൽ ഇജാബ, മുഅ്മിനീങ്ങളായവർ, തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മയിലേക്ക് ആളുകളെ വിളിക്കേണ്ടവരാണ്. വതൻഹൗന അനിൽ മുൻകർ, തിന്മകളെ വിരോധിക്കേണ്ടവരാണ്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടവരാണ്. ആ ഗുണഗണങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളാണ് ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്മയുടെ വിളക്ക്, നന്മയുടെ വെളിച്ചം കെടാതിരിക്കാൻ ആ നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരെ വേണം. കാരണവന്മാർ, മുതിർന്നവർ, പണ്ഡിതന്മാർ അവരുടെ ധർമ്മം നിർവഹിക്കണം. സമുദായത്തിലെ വിദ്യാഭ്യാസമുള്ള ആളുകളെ, അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് ജ്ഞാനം നൽകണം.
തിന്മയിലേക്ക് വഴിതെറ്റിപ്പോകുന്നവരെ നന്മയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത് എപ്പോഴോ അപ്പോഴാണ് ഈ സമുദായം നല്ലവരാകുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിതങ്ങളോട്, വിശുദ്ധ നബിതങ്ങളോട് സ്വഹാബിമാർ ചോദിക്കുകയാണ്, അനഹ്ലികു വഫീന സ്വാലിഹൂൻ. നബിയേ, സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ലോകാവസാനത്തിന്റെ അപകടങ്ങൾ സംഭവിക്കുമോ? ഈ ലോകത്ത് വിപത്തുകൾ ഉണ്ടാകുമോ സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ? ഖാല നഅം. പ്രവാചകർ തിരുദൂതരുടെ മറുപടി നഅം, അതെ. ഇദാ കസുറൽ ഖബസ്, വ്യഭിചാരം നിങ്ങളിൽ വർദ്ധിക്കുകയും നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം. ഇന്നഹാ സയഅതി അലന്നാസി സിനൂന ഖദ്ദാഅ, വഞ്ചന മുഖമുദ്രയാവുന്ന ചില വർഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം മായമായി, എല്ലാം വഞ്ചനയുടെ ഡിസീവിംഗ്, എല്ലാറ്റിന്റെ പിറകിലും നിഗൂഢ ലക്ഷ്യങ്ങളായി സത്യം പുറത്തു കാണാതെ മനുഷ്യൻ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും അസത്യങ്ങളാവുന്ന കാലം. യുസദ്ദഖു ഫീഹൽ കാദിബു, നുണ പറയുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് വിളിച്ചു പോകുന്ന കാലം. വയുകദ്ദബു ഫീഹസ് സ്വാദിഖു, സത്യം പറയുന്ന ആളുകൾ കാര്യം പറഞ്ഞാൽ അത് നുണയാണ് പറയുന്നത് എന്ന് പറയുന്ന കാലം. ഇന്നഹാ സയഅതി അലന്നാസ്, ജനങ്ങൾക്ക് വരാനിരിക്കുന്ന കാലങ്ങളിൽ ഇങ്ങനെ ഒരു കാലമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ. യുതമനു ഫീഹൽ ഖായിനു, വഞ്ചിക്കുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും വയുഖവ്വനു ഫീഹൽ അമീൻ, സജ്ജനങ്ങളായ വിശ്വസിക്കപ്പെടേണ്ടവരെ, വിശ്വസ്തരായ ആളുകളെ ആളുകൾ വഞ്ചകരാണ് എന്ന് വിളിക്കുകയും ചെയ്യുന്നവർ. വയൻതിഖു ഫീഹ റുവൈബിദ, റുവൈബിദകളാണ് ഈ സമുദായത്തിന്റെ മൊത്തം കാര്യം ഏറ്റെടുത്ത് സംസാരിക്കുന്നത്. അവർ ചോദിച്ചു, നബിയേ, ആരാണ് ഈ റുവൈബിദ? വമർ റുവൈബിദ, ആരാണ് നബിയേ റുവൈബിദ എന്ന് പറയുന്നത്? അസ്സഫീഹു യതകല്ലമു ഫീ അംറിൽ ആമ്മ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നന്മ തിന്മ ധാർമ്മിക ബോധങ്ങളില്ലാത്ത ആരൊക്കെയോ ചില ആളുകൾ, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്തവര്, ദീനിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി വിവരം പോലും ഇല്ലാത്തവർ ഈ സമുദായത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടുകയും ഈ സമുദായത്തിലെ നന്മകളെ തിന്മയാണെന്ന് മുദ്രകുത്തുകയും ഹിജാബ് ധരിക്കുന്ന പെൺമക്കള്, ഹിജാബ് ധരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അത്തരം ആളുകളെ അത് ചെയ്യരുത് എന്ന് ഈ ഉമ്മത്തിന്റെ നാമമുള്ള ആളുകൾ തന്നെ വിളിച്ചു പറയുന്ന കാലം എന്നല്ലേ അതിന്റെ അർത്ഥം? റുവൈബിള. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്, അൻ യഅലുവത് തുഹൂതുൽ വുഊല, തുഹൂത്തുകൾ വുഊലിന്റെ മീത വരുന്ന കാലം. അവര് ചോദിച്ചു, അബൂ ഹുറൈറ, എന്താണ് അത്തുഹൂത്ത്? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, എന്താണ് തുഹൂത്ത്? ഫുസൂലുർ റിജാൽ, യോഗ്യതയില്ലാത്തവർ, വിവരമില്ലാത്തവർ, അല്ലാഹുവിന്റെ ദീനിന്റെ കിതാബുകളോ ദീനിന്റെ പ്രമാണങ്ങളോ പഠിച്ചിട്ടില്ലാത്ത ആളുകള്, യുർഫഊന ഫൗഖ സ്വാലിഹീഹിം, സജ്ജനങ്ങളായ ആലിമീങ്ങളുടെ മീതെ അവരുടെ സ്ഥാനം വരികയും പണ്ഡിതന്മാരെ അവര് നിയന്ത്രിക്കുന്ന കാലം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസൂ സവാഅ من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين وما يفعلوا من خير فلن يكفروه
വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്മകൾ നന്മകളെ മറികടക്കുന്ന കാലത്ത് നിങ്ങൾ നന്മയെ കെടാതെ സൂക്ഷിക്കാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്വമുണ്ട്. സംഘടനകൾക്ക്, കൂട്ടായ്മകൾക്ക്, വ്യക്തികൾക്ക്, മുതിർന്നവർക്ക്, കാരണവന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക് തിന്മയെ ചെറുത്തു നിർത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്ന മിൻ ഉമ്മത്തി ഖൗമൻ യുഅതൗന മിഥല ഉജൂരി അവ്വലിഹിം. എന്റെ ഉമ്മത്തിലെ സ്വഹാബികൾ ചെയ്ത നന്മ പോലെ പ്രതിഫലം കിട്ടുന്ന ആളുകൾ ഈ ഉമ്മത്തിന്റെ പിൻഗാമികളിൽ വരാനുള്ള ആളുകളിലുണ്ട്. ഇന്ന മിൻ ഉമ്മത്തി ഖൗമൻ, എന്റെ ഉമ്മത്തികളിൽ ഒരു വിഭാഗം ആളുകൾ യുഅതൗന, അവർക്ക് നൽകപ്പെടും മിഥല ഉജൂരി അവ്വലിഹിം, സ്വഹാബികൾക്ക് അല്ലാഹു നൽകുന്ന കൂലി പോലെ പിൻഗാമികളിൽ സ്വഹാബിമാരുടെ പ്രതിഫലം കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണ് അവരെന്നറിയുമോ? യുൻകിറൂനൽ മുൻകർ, മദ്യപാനവും വ്യഭിചാരവും മയക്കുമരുന്നുകളും അരങ്ങ് തകർക്കുമ്പോൾ കണ്ടില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാതെ രാജ്യത്തിന്റെ നിയമത്തിന്റെ കൂടെ നിന്ന്, നിയമപാലകരുടെ കൂടെ നിന്ന് ആ തിന്മയെ തടയാനും നിർമാർജനം ചെയ്യാനും തിന്മയെ നിഷ്കാസനം ചെയ്യാനും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സ്വഹാബികൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അന്യായമായൊരു കാര്യം നടക്കുമ്പോ, ഒരു ദുൽമ നടക്കുമ്പോ, ഒരു തിന്മ നടക്കുമ്പോൾ, അല്ലെങ്കിൽ കാണാനോ കേൾക്കാനോ പാടില്ലാത്തത് നടക്കുന്ന സമയത്ത് കാനമൻ ഷഹിദഹാ ഫകരിഹഹാ, ഒരു കല്യാണ വീട്ടിൽ ചെല്ലാന്ന് വിചാരിക്കുക. അവിടെ എന്തെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത നടക്കുന്നുവെങ്കിൽ ക്ഷണിതാവെന്ന നിലയിൽ അവിടെ അതിഥിയായി വന്ന ഒരു അതിഥി അവിടെ നടക്കുന്ന തിന്മകളെ മനസ്സുകൊണ്ട് വെറുക്കുകയാണെങ്കിൽ കാനകമൻ ഗാബ അൻഹാ, അവിടെ വരാത്തവരുടെ പോലെയാണവരെ. പക്ഷേ വമൻ ഗാബ അൻഹാ ഫറദിയഹാ, ഏതെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു സദസ്സ് നാട്ടിലുണ്ടാകുമ്പോ ആ സദസ്സിൽ എനിക്ക് കൂടാൻ കഴിഞ്ഞില്ലല്ലോ, ആ മ്യൂസിക് എനിക്കൊന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ ഗാനമേളക്കൊന്ന് ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അവിടെ വരാൻ കഴിയാതെ ഒരാൾ സഹതപിച്ചാൽ കാനകമൻ ഷഹിദഹ, അവൻ അവിടെ വന്നിരുന്നവന്റെ കുറ്റം അവനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബ് ഒന്നുകൂടെ പറയുന്നത്, ഇന്നന്നാസ ഇദാ റഅഉ, ജനങ്ങൾ അന്യായം ചെയ്യുന്നവരെ കണ്ടാൽ ഫലം യഖുദു അലാ യദൈഹി, അന്യായം ചെയ്യുന്നവരുടെ, അക്രമങ്ങൾ ചെയ്യുന്നവരുടെ കൈപിടിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ ജനങ്ങളുടെ സമ്പത്ത്, ജനങ്ങളുടെ രക്തം, അവരുടെ അഭിമാനം, അവരുടെ ശരീരം, ഇതിന് സുരക്ഷിതത്വം ജീവൻ നൽകിയ പടച്ചതമ്പുരാൻ നൽകിയതാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയുടെ നിറം മാറുന്നതിന്റെ പേരിൽ ജീവന്റെ വില നഷ്ടപ്പെട്ടു പോവല്ലേ? ഇന്നന്നാസ ഇദാ റഅഉ, ഇത് ലോക മനുഷ്യരോടാണ് മുത്തുനബി ഞങ്ങൾ പറയുന്നത്. ആ പദപ്രയോഗം നോക്കൂ, ഇന്നന്നാസ, ജനങ്ങൾ, ഏതെല്ലാം വിഭാഗങ്ങളാവട്ടെ, ഏതെല്ലാം മതവിഭാഗങ്ങളാവട്ടെ, ഏതെല്ലാം രാജ്യങ്ങളാവട്ടെ, അവരുടെ എത്നിസിറ്റി, അവരുടെ കുടുംബം, ഇതൊന്നും പ്രശ്നമല്ല, മതം വിഷയമല്ല. ജനങ്ങൾ മുഴുവൻ ആളുകൾക്കും ഒരു ബാധ്യതയുണ്ട്. ഇദാ റഅഉ, അവര് ദുൽമ ചെയ്യുന്ന ഒരാളെ കണ്ടാൽ ഫലം യഖുദു അലാ യദൈഹി, അക്രമം ചെയ്യുന്ന ആളിന്റെ കൈ പിടിച്ചു നിർത്തി അതിക്രമങ്ങളെ നിങ്ങൾ പ്രതിരോധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഔഷക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുഴുവൻ ശിക്ഷ ഇറക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്ക് മുഴുവൻ ശിക്ഷ വരും, ജനങ്ങൾക്ക് മുഴുവൻ ശിക്ഷ വരും. ജനങ്ങൾ തിന്മയെ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇന്ന് അങ്ങനെയാണ്. മുതിർന്ന ആളുകൾ ചെറുപ്പക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ പറയരുത്. നമ്മുടെ വാക്കുകൊണ്ടെങ്കിലും നമ്മൾ തിന്മകളെ എതിർത്തേ പറ്റൂ. ആ തിന്മകളെ എതിർക്കുന്നത് അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങളോടുകൂടെയാകുമ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കും. കർക്കശമായും കഠിനമായും പരുഷമായ വാക്കുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആ തിന്മകളുടെ ഭവിഷ്യത്തുകൾ പരിചയപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത്
തിന്മയിൽ നിന്ന് നമ്മുടെ യുവജനങ്ങളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മനുഷ്യർക്ക് മുഴുവനാണ്. റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരും അത് പാലിക്കണ്ട, അത് എന്തുമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരുടെയും ഉദാഹരണം ഒരു 2 തട്ടുള്ള കപ്പൽ പോലെ. ആ കപ്പൽ കടലിലൂടെ നീങ്ങുന്നു. താഴെ തട്ടിൽ കുറച്ചാളുകൾ ഇരിക്കുന്നുണ്ട്, മേലെ തട്ടിലും കുറച്ചാളുകൾ ഇരിക്കുന്നുണ്ട്. ആ മേലെ തട്ടിൽ പോയി ബക്കറ്റ് കൊണ്ട് കടൽ വെള്ളം ആവശ്യമുള്ള നേരത്തെ കഴുകാനും അവർക്ക് മറ്റാവശ്യങ്ങൾക്കും കടലിലെ വെള്ളം ആവശ്യമാകുമ്പോൾ ഒരു ബക്കറ്റ് കൊണ്ട് മേലെ പോയിട്ടാണ് കോരിയെടുത്ത് കൊണ്ടുവരിക. അപ്പൊ താഴെ തട്ടിലുള്ളവര് മേലോട്ട് കയറി പോകുമ്പോ മേലെ തട്ടിലുള്ളവർ പറയുന്നു എന്ന് സങ്കല്പിക്കുക, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, നിങ്ങൾക്ക് താഴെ നിന്നാ പോരെ, ഇടക്കിടക്ക് മേലെ കയറി വന്ന് ഇവിടുന്ന് വെള്ളമെടുക്കുമ്പോ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ താഴെ തട്ടിലുള്ളവർ പറയുകയാണ്, എന്നാൽ ഞങ്ങളുടെ ഭാഗത്ത് താഴെ ഞങ്ങളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഞങ്ങൾ താഴെ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ മേലെയുള്ളവർ താഴെയുള്ളവരെ അനുവദിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ലഹലകൂ ജമീഅ, അവര് മുഴുവൻ ആളുകളും വെള്ളത്തിൽ മുങ്ങിപ്പോവില്ലേ? കടലിന്റെ അടിഭാഗമാണ്, കപ്പലിന്റെ അടിഭാഗം. ആ പലക ഇളക്കുകയോ അവിടെ ദ്വാരമുണ്ടാക്കുകയോ ചെയ്ത് ഞങ്ങൾക്ക് വെള്ളം, ഞങ്ങൾ മേലെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തുരന്നുകൊള്ളാമെന്ന് പറഞ്ഞാൽ ആ കപ്പലിലുള്ള താഴെയുള്ളവരും മേലെയുള്ളവരും ഒരുമിച്ച് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന പോലെ തിന്മകളെ കൈകൊണ്ട് പിടിച്ചില്ലെങ്കിൽ സുഖമായി ജീവിക്കുന്ന, ഞങ്ങൾക്കിത് വിഷയമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് പോലും ഈ തിന്മകൾ തലവേദനയായി മാറുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിലും ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിലും തിന്മകളെ പ്രതിരോധിക്കാൻ അസാമാന്യമായ ധൈര്യം കാണിച്ച ഒരുപാട് മഹത്തുക്കളെ നമ്മൾ പരിചയപ്പെടുന്ന രാത്രിയാണത്. ആദ്യമായി ഹബീബിന്റെ സ്വഹാബി അൽ ഇമാമുൽ ഖുദ്വ അബുൽ വലീദ് ഉബാദത്ത് ഇബ്നു സ്വാമിത്തുൽ ഖസറജി റളിയല്ലാഹു തആല അൻ, ഹബീബായ നബി തങ്ങൾക്ക് ലൈലത്തുൽ അഖബയിൽ വന്ന് മുത്തുനബി തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത മഹാനാണ്. മഹാനായ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഷാമിലുള്ള കാലം അവിടുത്തെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ ഇഷ്ടപ്പെടാത്തൊരു വിഷയത്തിൽ എതിർക്കേണ്ടി വന്നപ്പോ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മുആവിയ തങ്ങളുടെ പ്രതികരണം ഇഷ്ടമാവാതെ വന്നപ്പോ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഉസാകിനുക ബിഅർദിൻ മുആവിയ, നിങ്ങളുടെ കൂടെ ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വന്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു. അന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, മാ അഖ്ദമക ഉബാദ, എന്തേ മദീനയിലേക്ക് വരാൻ കാരണം? പറഞ്ഞു മുആവിയ തങ്ങളോട് ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല, അതുകൊണ്ട് നന്മ പറഞ്ഞു കൊടുത്തത് സ്വീകരിക്കാൻ കഴിയാത്തവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു, ഉബാദ, പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും അത് ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഇർഹൽ ഇലാ മകാനിക്, ഉബാദ, നിങ്ങൾ ഷാമിലേക്ക് തിരിച്ചു പോകണം. ഫഖബ്ബഹല്ലാഹു അർളൻ ലസ്ത ഫീഹാ വഅംസാലുക്, ഉബാദ, നിങ്ങളോ നിങ്ങളെപ്പോലെ നന്മയെ സ്നേഹിക്കുന്ന ആളുകള്, തിന്മയെ ഇഷ്ടപ്പെടാത്ത ആളുകള്, അത്തരം ആളുകൾ ഇല്ലാത്ത നാടിന്റെ ഒരു നാശമേ. ഫലാ ഇംറത ലഹു അലൈക, മുആവിയ തങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ല, അതുകൊണ്ട് ഉബാദ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞ് മദീനയിലേക്ക് വന്ന മഹാനവറുകളെ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിലേക്ക്, ഫലസ്തീനിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചിട്ടുണ്ട്. فإنه قبح الله أرضا لست فيها أنت وأمثالك. ഉബാദ, നന്മ കാണുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാനും തിന്മകളെ എതിർക്കാനും നിങ്ങളെപ്പോലെയുള്ള ആളുകളില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിക്ക് എന്ത് നന്മയാണുള്ളത്?
അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ മദ്യപാനത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ അതുപോലെയുള്ള തിന്മകളുടെയോ പൂവാലന്മാരുടെയോ ഒരു സംഘമായി അധപ്പതിക്കാതെ നന്മയെ, ചാരിത്രശുദ്ധിയെ, പാവനമായ സംസ്കാരത്തെ, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ, മനുഷ്യകുലത്തിന്റെ സർവമാന നന്മകളെയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന കൂട്ടായ്മകളായി നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ സംഘടനകളെ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ മുഴുവനും നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കേണ്ട സമയമല്ലയോ ഇത്? ബായഅനാ റസൂലല്ലാഹ്. ഉബാദ തങ്ങൾ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു വാക്ക് കൊടുത്തിട്ടുണ്ട്. അലസ്സംഇ വത്വാഅ ഫിൽ ഉസ്രി വൽ യുസ്രി. നബിയേ, അല്ലാഹും അങ്ങും എന്താണോ ഞങ്ങളോട് നിർദ്ദേശിക്കുന്നത് അത് ചെവി തുറന്ന് കേൾക്കുകയും മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്യും ഞങ്ങൾ. നബിയേ, ഫിൽ ഉസ്രി വൽ യുസ്രി. ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിലും, ഞങ്ങൾക്ക് സമ്പാദ്യമുണ്ടെങ്കിലും, സമ്പാദ്യമില്ലെങ്കിലും, വൽ മൻശതി വൽ മക്റഹി, ഞങ്ങൾക്ക് നിർബന്ധിത സാഹചര്യമാണെങ്കിലും, ഞങ്ങൾ ഉന്മേഷവാന്മാരാണെങ്കിലും, വ അല്ലാ നുനാസിഅൽ അംറ അഹ്ലാ, ഭരണാധികാരികളോട് ധിക്കാരികളായി ജീവിക്കുകയില്ലെന്നും, ഞങ്ങൾ എവിടെയാണെങ്കിലും സത്യമേ പറയൂ എന്നും നബിയെ ഞങ്ങൾ അങ്ങേക്ക് വാക്ക് തരുന്നു. ലാ നഖാഫു ഫില്ലാഹി ലൗമത ലായിം. അല്ലാഹുവിന്റെ വിഷയം പറയുമ്പോൾ ആക്ഷേപിക്കുന്നവരെ, ദീനിന്റെ വിഷയം പറയുമ്പോൾ ട്രോളുന്നവരെ, ട്രോളുകളോ പരിഹാസങ്ങളോ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, ഞങ്ങൾ വിഷയമാക്കില്ല നബിയെ. പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം, ഞങ്ങൾക്കത് വിഷയമല്ല. ആ ഒരാശയം മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് കൈപിടിച്ചു പറഞ്ഞത് പലപ്പോഴും ഓർത്തു പറയാറുണ്ട്. ഷാമിലൂടെ നിൽക്കുമ്പോ ഒരു കുതിര വണ്ടിയിൽ നിറയെ കുപ്പികൾ പോകുന്നു. ഉബാദ തങ്ങൾ ഓടിച്ചെന്നു. എന്താണിത് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഇത് ഒരാളുടെ കച്ചവട സാധനമാണ്. എണ്ണയാണോ, സൈത്താണോ, ഒലീവാണോ, എന്താണിത്? അവര് പറഞ്ഞു, അല്ല, ബൽ ഖംറുൻ യുബാഉ ലി ഫുലാനിൻ, ഒരാൾക്ക് കച്ചവടം ചെയ്യാനുള്ള മദ്യക്കുപ്പികളാണിത്. ഉബാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്ത വാക്കുണ്ട്, നബിയേ, നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുകയും തിന്മയെ അതെവിടെന്നാണെങ്കിലും ആരാണെങ്കിലും തിന്മയെ വെച്ച് ഉറപ്പിക്കുകയില്ലെന്നും വാക്ക് കൊടുത്ത മഹാനുഭാവന് ആ തിന്മയെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് ചെന്ന് മൂർച്ചയുള്ള ഒരു കത്തി വാങ്ങിച്ചിട്ട് ആ പാക്കുകൾ മുഴുവനും പൊട്ടിച്ചു കളഞ്ഞിട്ട് മഹാനായ ഉബാദ റളിയല്ലാഹു തആല അൻഹു ആ കച്ചവടത്തിന് കൊണ്ടുപോകുന്ന മദ്യം മുഴുവൻ അവിടെ നിരത്തേക്ക് ഒഴിക്കുകയാണ്. അവിടുത്തെ ഗവർണർ അവിടുത്തെ അമീർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. ആരോ ഒരു കത്തെഴുതി വിഷയം പറയാതെ, അബൂ ഹുറൈറ, ഈ ഉബാദത്ത് ഇബ്നു സ്വാമിത്തിനെ നിങ്ങൾക്കൊന്ന് പിടിച്ചു വെക്കാൻ പറ്റുമോ? നേരം വെളുത്താൽ ഞങ്ങളുടെ അങ്ങാടികളിൽ കച്ചവടക്കാർക്ക് നേരെയാണ്. പള്ളികളിൽ ചെന്നാൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഞങ്ങളുടെ കുറ്റം പറച്ചിലാണ്. ഇപ്പൊ ഇതാ ഒരു കച്ചവടക്കാരന്റെ കച്ചവടച്ചരക്ക് നശിപ്പിച്ചിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അറിയുമായിരുന്നില്ല ഇത് കള്ളിന്റെ കുപ്പികളാണ് ഉബാദ തങ്ങൾ പൊട്ടിച്ചു കളഞ്ഞതെന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, യാ ഉബാദ മാലക വലി മുആവിയ. ഉബാദ, ഇതെല്ലാം ഇവിടെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഗവർണറായ മഹാനായ മുആവിയ തങ്ങളില്ലേ? മുആവിയ തങ്ങൾ ഇവിടുത്തെ ഭരണാധികാരിയല്ലേ? ആ ഭരണാധികാരി ഉണ്ടാകുന്ന നേരത്ത് നിങ്ങൾ എന്തിനാണ് ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തിക്കൂടെ? ജനങ്ങൾക്ക് എന്തിനാ പ്രയാസമുണ്ടാക്കുന്നത്? മഹാനായ ഉബാദ തങ്ങൾ സൗമ്യനായി മറുപടി പറഞ്ഞു, ലം തകുൻ മഅനാ ഇദ് ബായഅനാ അലസ്സംഇ വത്വാഅ. അബൂ ഹുറൈറ, അഖബ ഉടമ്പടി നടന്ന ആ രാത്രിയിലെ അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പറയുന്നത് അത് അങ്ങനെ സ്വീകരിക്കാൻ നബി തങ്ങൾക്ക് കൈപിടിച്ച് വാക്ക് കൊടുത്തവരാണ് ഞങ്ങൾ. അതുമാത്രമല്ല, വൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും തിന്മകളെ നിരുത്സാഹപ്പെടുത്തുമെന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് വാക്ക് കൊടുത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അബൂ ഹുറൈറ, ഭരണാധികാരികൾ ഉണ്ടല്ലോ, അവര് വരട്ടെ.
നിയമപാലകന്മാർ വരട്ടെ എന്ന് വിചാരിച്ച് ഒരു തിന്മയെ കണ്ടില്ലെന്ന് വിചാരിക്കാൻ കഴിയുമോ? ആവശ്യമായ ഇടപെടലുകൾ അത് അവസരങ്ങളിൽ നടത്തിയില്ലെങ്കിൽ തിന്മയെ അല്ലയോ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇതിന്റെ നബിതങ്ങൾക്ക് വാക്കുകൊടുത്ത എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് മഹാനായ ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു തആല അൻഹു, ഹബീബിന്റെ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ അരികത്തേക്ക് വരുന്നു. മർവാൻ ഇബ്നുൽ ഹക്കം മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ്. ജുമുഅക്ക് വരാൻ നേരം വൈകുന്നു. അന്ന് ഖലീഫമാര് വന്നാലേ ജുമുഅ തുടങ്ങൂ. ഖലീഫയാണ് ഖുത്ബ ഓതേണ്ടത്. അബൂ ഹുറൈറ തങ്ങൾ അന്ന് ഷാമിലുള്ള കാലമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വചനങ്ങൾ ചരിത്രത്തിൽ ഇന്നും മായാതെ കിടക്കുകയാണ്. അതദല്ലു ഇൻദ ഇബ്നതി ഫുലാൻ തുറവ്വിഹുക ബിൽ മറാവിഹ് وتسقيك الماء البارد وأبناء المهاجرين والأنصار يسهرون من الحر. മർവാനെ, ഭരണാധികാരിയ മർവാൻ ഇബ്നുൽ ഹക്കമേ, നിന്റെ ഭാര്യയോ നിന്റെ പരിചാരികമാരായ പെണ്ണുങ്ങളോ നിനക്ക് വിശറി കൊണ്ട് വീശിത്തെന്ന് നീ സുഖമായി വീട്ടിലിരിക്കുകയും നല്ല തണുത്ത വെള്ളം കുടിച്ച് വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്ത് ജുമുഅക്ക് നേരത്തിന് വരാതെ ഇവിടെ അബ്നാഉൽ മുഹാജിരീന വൽ അൻസ്വാർ യുസ്ഹറൂന മിനൽ ഹർ, മുഹാജിറുകളും അൻസ്വാരികളുമായ ഈ ദീനിന് വേണ്ടി സേവനം ചെയ്ത ആദ്യകാലത്തെ മഹാന്മാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വന്നവരെ, മദീനക്കാരായ അൻസ്വാരികളെ, അവരുടെയൊക്കെ മക്കളാണ് മർവാനെ ഈ പള്ളിയിൽ വെയിലും കൊണ്ട് കാത്തിരിക്കുന്നത്. നിനക്ക് നേരമായില്ലേ ജുമുഅക്ക് വരാൻ? എന്താ ഇത്ര താമസം? ലഖദ് ഹമംതു അൻ അഫ്അല വഅഫ്അല, എനിക്കൊന്ന് തോന്നിപ്പോയി എന്തൊക്കെയോ ചെയ്താലോ എന്ന് വളരെ ക്ഷുബ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയോടാ സംസാരിച്ചത്. നിരപരാധികളായ പട്ടിണിപ്പാവങ്ങൾ വെയിലത്ത് ജുമുഅക്ക് വെയിൽ കൊണ്ട് കാത്തിരിക്കുമ്പോഴാണ്. ജുമുഅക്ക് കൃത്യമായും വരേണ്ട നേരത്തെ ഒരു ഖതീബ് എത്താതിരുന്നാൽ ഉണ്ടാകുന്ന വിഷമം. ഇത് ഇന്നത്തെ പള്ളികളല്ല, എയർ കണ്ടീഷൻ ചെയ്ത പള്ളികളല്ല, തണൽ കിട്ടുന്ന പള്ളികളല്ല, ഫാൻ കറങ്ങുന്ന പള്ളികളല്ല. വളരെ 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 ലളിതമായ രീതിയിൽ ചുമരുകൾ മാത്രമുള്ള, സൂര്യതാപം നേരിട്ടേൽക്കുന്ന, വെയിലത്ത് നിൽക്കുന്ന പള്ളികളാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി പറയാൻ മടി കാണിച്ചില്ല. തിന്മകളെ അതാരുടെ മുഖത്ത് നോക്കിയും സംസാരിക്കാൻ പറ്റുന്ന ഒരു ധൈര്യം, അത് അപമാനപ്പെടുത്തണം എന്നല്ല ഈ പറഞ്ഞത്. കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇരിൻ, എത്ര അതിക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ടും സത്യവും ന്യായവും തുറന്നു പറയുന്നത് അഫ്ളലുൽ ജിഹാദ്, ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മസമരമാണ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇരിൻ. അക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് ന്യായം പറയുന്നത് ഏറ്റവും വലിയ ധർമ്മമാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് മൗലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായിരുന്നു. ഹബീബായ നബി തങ്ങൾക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ തങ്ങളെ കല്യാണം കഴിച്ചു. തന്റെ ഭാര്യ വഫാത്തായിരിക്കുകയാണ്. ഭാര്യ വീട്ടുകാരുമായി ഒരു ചെറിയ വിഷമമുണ്ടായൊരു നേരം മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അളിയന്മാർ, ഭാര്യയുടെ ആങ്ങളമാർ മഹാനായ അബൂബക്കർ തങ്ങളോട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, അനാ ഹഖ്ഖു ബിസ്സലാത്തി അലൈഹാ, എന്റെ ഭാര്യയുടെ ജനാസക്ക് നിൽക്കാൻ, ഇമാമ് നിൽക്കാൻ ഞാൻ ഭർത്താവല്ലാതെ എന്നെക്കാൾ യോഗ്യതയുള്ള ആരാണുള്ളത്? അപ്പോ ഭാര്യയുടെ കൂട്ടക്കാർ പറഞ്ഞു, ശരി തന്നെ, എന്നാ നിസ്കരിച്ചോട്ടെ. ഖബറിലേക്ക് ആ ജനാസയെ ഇറക്കുമ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് ഇറങ്ങിയപ്പോ അളിയന്മാർ മഹാനവറുകളെ തള്ളി മാറ്റുകയും താഴെ തള്ളിയിടുകയും ചെയ്ത് മഹാനവറുകൾ വീഴുകയാണുണ്ടായത്. വീണ് ബോധം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഒരുപാട് കുട്ടികൾ വന്നിട്ട് 20ഓളം
20ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. എഴുന്നേൽപ്പിക്കുകയാണ്. ബോധം കെട്ട ഒരാളെ എഴുന്നേൽപ്പിക്കുന്ന രീതി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ലാ തസ്റഹൂ, നിങ്ങൾ എന്തിനാണ് ഒച്ച വെക്കുന്നത്? ഫവല്ലാഹി മാ മിൻ നഫ്സിൻ തഖ്റുജു അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. ഏതെങ്കിലും ഒരു ആത്മാവ് ശരീരത്തോട് വിട പറയുന്നത് ഇഷ്ടമാണെങ്കിൽ അത് എന്റെ ആത്മാവ് എന്നോട് യാത്ര പറയലാണ്. എനിക്ക് മരണം ഇഷ്ടമാണ് കൂട്ടരെ. നിങ്ങൾ എന്നെ കൊല്ലാനാണോ നോക്കുന്നത്? ഇത് പറഞ്ഞപ്പോ അളിയന്മാരും ഭാര്യ വീട്ടുകാർക്കും ഒരു പേടിയായി. അവര് പറഞ്ഞു, ലിമ യാ അബാന, എന്തേ നിങ്ങൾ മരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അബൂബക്കർ തങ്ങളുടെ മറുപടി, ഈ മറുപടിയാണ് നമ്മുടെ വിഷയം. ഇന്നി അഖ്ഷാ അൻ ഉദ്രിക സമാനൻ ലാ അസ്തതിഉ അൻ ആമുറ ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുൻകർ വമാ ഖൈറുൻ യൗമഇദിൻ. ഒരു കാലം വരുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ഇന്നി അഖ്ഷാ അൻ ഉദ്രിക സമാനൻ, ഒരു കാലഘട്ടം വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അന്ന് നന്മ നന്മയാണെന്ന് പറഞ്ഞു കൊടുക്കാനും തിന്മ തിന്മയാണ് ചെയ്യരുത് എന്ന് പറയാനും എന്നെ കൊണ്ട് കഴിയാത്ത ഒരു ദിവസം വരുമോ? അതൊക്കെ വരുന്നതിന്റെ മുമ്പ് ഇവിടത്തോട് മരിച്ചു പിരിയലല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ മരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അബൂബക്കർ മൗലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉവൈസുൽ ഖർനി സയ്യിദുത് താബിഈൻ ബിഇജ്മാഇൽ ഉലമാ, മഹാന്മാരായ സ്വഹാബിമാരുടെ കാലശേഷം വരുന്ന പ്രഗൽഭരായ താബിഈങ്ങളിലെ മഹാനായ മഹാൻ ഉവൈസുൽ ഖർനി, ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻ. മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർനി തങ്ങളെ മുറാദിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, ഇന്നൽ മൗത വദിക്റഹു ലം യദഅൽ ലിൽ മുഅ്മിനി ഫറഹാ. ഇതൊരു വല്ലാത്ത തത്വജ്ഞാനമാണ്. ഉവൈസുൽ ഖർനി തങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് ഹിക്മത്തുകളാണ്, തത്വജ്ഞാനങ്ങൾ. ഈ മഹാനുഭാവനെ നിബിതങ്ങൾ കണ്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു മഹാൻ വരുമെന്ന് സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലുണ്ടല്ലോ, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട്, ഉമറേ, ഈ സ്വഭാവ ഗുണങ്ങളുള്ള ഉവൈസ് ഇബ്നു ആമിർ വന്നാൽ ആ മഹാനോട് നിങ്ങൾ ദുആ ഇരപ്പിക്കണേ, അവരോട് നിങ്ങൾ ദുആ ഇരക്കാൻ വസിയത്ത് ചെയ്യണേ. ആ മഹാനാണിത്. അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുമ്പോൾ യമനിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഹബീബിന്റെ മജ്ലിസിൽ വന്ന് ഇരിക്കാൻ സ്വഹാബി ആവാനുള്ള ഭാഗ്യമുണ്ടായില്ല. തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ, ഉമ്മയെ ഇട്ട് പോരാൻ പറ്റാത്തതിന്റെ പേരിൽ. ആ മഹാനുഭാവന്റെ ഒരു വാക്കാണത്, ഇന്നൽ മൗത വദിക്റഹു ലം യദഅൽ ലിൽ മുഅ്മിനി ഫറഹാ. മരണം വരുന്നുണ്ടെന്നറിയുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യന് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? വഇന്ന ഇൽമഹു ബിഹുഖൂഖില്ലാഹ് ലം യത്റുക ലഹു ഫീ മാലിഹി ഫില്ലതൻ വലാ ദഹബാ. നമ്മുടെ പൈസകളിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യർക്ക് ദാനം ചെയ്യേണ്ടതുണ്ട് എന്നറിയുമ്പോൾ സ്വർണവും വെള്ളിയും എങ്ങനെയാണ് കയ്യിൽ മനുഷ്യർ വെക്കുന്നത്? وإن قيامه لله بالحق لم يترك له صديقا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിക്കണം എന്ന നിയമമുള്ളതിന്റെ പേരിൽ ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടമായി എന്ന് വരും. തിന്മകളെ നമ്മൾ പ്രതിരോധിക്കുകയും നന്മകളെ നമ്മൾ വളർത്തുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചില സുഹൃത്തുക്കൾ നമുക്ക് നഷ്ടമായി എന്ന് വരും. മരണത്തെ ഓർക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? കയ്യിൽ സമ്പത്തുണ്ടായിരിക്കെ ആ സമ്പത്തിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടാൻ പറ്റുമെന്ന് വളരെ മഹത്തരമായൊരു ആശയം മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ വചനങ്ങളിൽ കാണാൻ കഴിയും. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് ബക്കറ്റ് വരുമെന്നില്ലേ? ഇവിടെ റുഖിയ ചെയ്ത തേൻകുപ്പി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ റാഫി സാഹിബ്? ഇൻഷാ അല്ലാഹ് അത് മഹാനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ റുഖിയ ചെയ്ത ദുആ ചെയ്ത 1500ഓളം ചെറിയ തേൻകുപ്പികളുണ്ട്.
ഇത് കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു സ്വതക്ക തരുമ്പോൾ നിങ്ങൾക്കൊരു ദാനം, അതിൻ്റെ സന്തോഷത്തിന് തരാൻ നല്ല ഒരു സംഖ്യ കൊടുത്ത് നിങ്ങളത് സ്വീകരിക്കണേ. നമ്മുടെ ഈ പരിപാടിയുടെ ഇത് ചെലവ് കഴിഞ്ഞ് എന്ത് മിച്ചം വരുന്നുണ്ടോ നമ്മുടെ പെരുമുക്ക് മദ്രസയുടെ സിറാജുൽ ഇസ്ലാം മദ്രസയുടെ പരിപാലനത്തിലേക്കാണ് അത് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കണേ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. കുറച്ച് സഹോദരിമാരൊക്കെ സ്വർണം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇനി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ഇത് വിജയിപ്പിക്കട്ടെ. എല്ലാവർക്കും അവരുടെ സദുദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഫാനൊന്ന് കുറച്ച് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി റൈഹാനത്തുശ് ശാം എന്നാണ് അറിയപ്പെടുക. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങള് തീയിലേക്ക് എറിയപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട പോലെ ഈ ഉമ്മത്തിൽ തീയിലേക്ക് എറിയപ്പെട്ട് ഒരു രോമകൂപത്തിന് പോലും പോറലേൽക്കാതെ യമനിലെ അസ്വദുൽ അൻസിയുടെ തീക്കുണ്ഠാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട മഹാനാണിത്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു താബിഈൻ. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ ഇനി ഒരുപാട് പണ്ഡിതന്മാർ തിന്മകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്തത് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കിയിട്ട് പറയേണ്ട നന്മകൾ പറയുകയും അവർ ചെയ്യുന്ന തിന്മകളെ തിന്മകളാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത പണ്ഡിതന്മാർ. അന്നത് സാധ്യമായിരുന്നില്ല. മുത്തുനബിയുടെ കാലശേഷം ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, എന്റെ വഫാത്തിന് ശേഷം ഇവിടെ ഖിലാഫത്തുണ്ടാകും. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലത്തോളം സത്യസന്ധമായ ഇസ്ലാമിക ഭരണം നടക്കും. അത് കഴിഞ്ഞാൽ അധികാരദാഹമുള്ള ആളുകളുടെ ഒരു രാജഭരണം വരും. അത് കഴിഞ്ഞാൽ ഏകാധിപതികളായ ആളുകളുടെ രാജഭരണം വരും. അത് കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഖിലാഫത്ത് പോലെയുള്ള ഒരു ഭരണകാലം തിരിച്ചു വരും. അതിനുശേഷമാണ് അന്ത്യനാൾ ഉണ്ടാവുകയെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം വരുന്ന ഖിലാഫത്ത് പോലെയുള്ള കാലം അത് മഹാനായ ഈ ഉമ്മത്തിന്റെ ഖലീഫയാകാൻ വരുന്ന ഇമാമുന മഹ്ദി തങ്ങളുടെ കാലമാണ്. അതിന്റെ മുമ്പ് 2-3 ഭരണക്രമങ്ങളാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന് 4 ഖലീഫമാരുടെ ഇസ്ലാമികമായ രീതിയിൽ കഴിഞ്ഞുപോയ ഖിലാഫത്തുർ റാഷിദ. അത് കഴിഞ്ഞാൽ വന്ന രാജാക്കന്മാർ അവരൊരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കപ്പെടുകയോ ഇസ്ലാമിനെ പ്രതി ചേർക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം നബി തങ്ങൾ തന്നെ പറഞ്ഞു, അധികാരത്തിലേക്ക് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അധികാരക്കൊതിയുള്ള രാജാക്കന്മാർ രാജഭരണവുമായി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ജബാബിറ ഏകാധിപതികളായ ആളുകളുടെ ഭരണം വരും. അതൊക്കെ ആദ്യ നൂറ്റാണ്ടുകളിൽ കാണാൻ കഴിയും. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ ചെല്ലുന്നത് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കാണ്. അന്ന് ഭരണാധികാരികളെ അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ എന്നാണ് വിളിക്കുക. അബൂ മുസ്ലിമുൽ ഖൗലാനി പണ്ഡിതനാണ്. എങ്ങനത്തെ പാണ്ഡിത്യം! സത്യസന്ധമായ പണ്ഡിതർ, സത്യസന്ധരായ പണ്ഡിതന്മാർ ഭരണാധികാരികളുടെ മുമ്പിൽ അവരുടെ എച്ചിലുകൾ വാങ്ങാൻ പോകില്ലായിരുന്നു. അത് സത്യസന്ധരായ പണ്ഡിതന്മാർക്ക് സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരോട്
ഒരു അനുഭാവം സ്വാഭാവികമായും അവർക്കുണ്ടാകും. ആ അനുഭാവം കൊണ്ട് തന്നെ അവർക്ക് തിന്മകളെ പ്രതിരോധിക്കാനും തിന്മകളെ എതിർക്കാനും കഴിയാതെ വരും. രാജാക്കന്മാരിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ സ്വീകരിക്കരുത് എന്ന് സ്വഹാബിമാരും താബിഈങ്ങളും നിലപാടെടുക്കാൻ കാരണം അതായിരുന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് കയറി ചെല്ലുമ്പോ മുആവിയ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. മഹാനായ പണ്ഡിതനാണ് വരുന്നത്. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ അയ്യുഹൽ അജീർ. കൂലിപ്പണിക്കാരാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അപ്പൊ കൂടുതലുള്ള ആളുകൾ അബൂ മുസ്ലിമേ അസ്സലാമു അലൈക യാ അയ്യുഹൽ അമീർ. ഗവർണറെ എന്ന് പറയേണ്ട അമീർ, നേതാവ് എന്ന് പറയേണ്ടതിന് പകരം അജീർ എന്നല്ലേ നിങ്ങൾ പറഞ്ഞു പോയത്? തെറ്റിയതാവും എന്ന് വിചാരിച്ച് കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന ശൈഖ് അവറുകളെ, നിങ്ങൾ അജീർ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാർക്ക് പറയുന്ന പേരാണ്. കൂലിക്ക് നിൽക്കുന്ന ആൾക്കാണ് അജീർ എന്ന് പറയാ. അമീർ എന്നല്ലേ പറയേണ്ടത്? ഗവർണർ എന്നല്ലേ പറയേണ്ടത്? അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു, അസ്സലാമു അലൈക യാ അയ്യുഹൽ അജീർ. മുസ്ലിമീങ്ങളുടെ കൂലിപ്പണിക്കാരാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. മുആവിയ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. മുആവിയ തങ്ങൾ പറഞ്ഞു, ദഉ അബാ മുസ്ലിം, അബൂ മുസ്ലിമിനെ നിങ്ങൾ വിട്ടേക്കണം. ഫഇന്നഹു അഅലമു ബിമാ യുരീദ്. അദ്ദേഹം എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. മഹാനായ അബൂ ഹുറൈറ, മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങള് മുആവിയ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, യഅലം, മുആവിയ നിങ്ങൾ അറിയണേ, അന്നഹു ലൈസ മിൻ അജീരിൻ ഉസ്തുർഇയ റഇയതൻ ഇല്ലാ റബ്ബുൽ ബരിയതി റബ്ബുർ റഇയതി സായിലുഹു അൻഹാ. മുആവിയ, ഈ സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം അല്ലാഹു ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. ഫഇൻ ദാവാ മർളാഹ, ഇവിടുത്തെ രോഗികൾക്ക് ചികിത്സ നൽകുകയും വജബറ കസ്റാഹ, സമുദായത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്താൽ വഹന്ന അജർബാഹ, ഇവിടുത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുകയും വറദ്ദ ഊലാഹ അലാ ഉഖറാഹ, ആവശ്യക്കാർക്ക് അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നത് നൽകുകയും ചെയ്താൽ വഫാഹു അജ്റഹു, അല്ലാഹു നിങ്ങൾക്ക് ശരിക്കും പ്രതിഫലം നൽകും. എന്നാൽ മുആവിയ, നിങ്ങൾ അധികാരിയാണ്. ഇവിടുത്തെ എത്രയോ രോഗികൾ നിരാലംബരായി കിടക്കുമ്പോൾ അവർക്ക് ചികിത്സ നടത്താൻ കഴിയാതെ നിങ്ങൾ അശ്രദ്ധനായാൽ, അവരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതിരുന്നാൽ വലം യുജ്ബർ വലം തുജ്ബിർ കസ്റാഹ, അങ്ങനെയാണെങ്കിൽ മുആവിയ ഫൻദുർ, നിങ്ങൾ അറിയണേ ലം യുതഹു അജ്റുഹാ, ഈ സമുദായത്തിന് വേണ്ടി കൂലിപ്പണി എടുത്തതിന്റെ കൂലി അല്ലാഹു നൽകില്ല. അമീർ, ഗവർണർ എന്ന് പറയേണ്ട വാക്കിനെ, നേതാവ് എന്ന വാക്കിനെ അജീർ എന്നായി മാറ്റി തിരുത്തുകയാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങള്. നിങ്ങൾക്ക് കൂലി വേണ്ടേ? കൂലി വേണോ? ഈ ഉമ്മത്തിന് വേണ്ട നന്മകൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. മനുഷ്യരോട് നിങ്ങൾക്ക് കടപ്പാടുകളുണ്ട്. മഹാനായ മുആവിയ തങ്ങളോട് പറയുന്നു, മുആവിയ ഫൻദുർ ഐന അൻത യാ മുആവിയ മിൻ ദാലിക്. മുആവിയ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കോളൂ. മുആവിയ തങ്ങളുടെ മറുപടി വന്നു, യർഹമുകല്ലാഹു യാ അബാ മുസ്ലിം, അബൂ മുസ്ലിമേ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മുആവിയ റളിയല്ലാഹു തആല അൻ, മുആവിയ ഇബ്നു അബീ സുഫിയാൻ തങ്ങളെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ കൊടുക്കാതിരുന്ന ഒരു കാലം. ജനങ്ങൾക്ക് റേഷൻ കൊടുത്തില്ല. അങ്ങനെ മുആവിയ തങ്ങളെ മിമ്പറിൽ കയറി ഖുതുബയോദാ നിൽക്കുമ്പോ ഇതേ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ലിമ ഹബസ്തൽ അതാഅ യാ മുആവിയ, മുആവിയ, ജനങ്ങൾക്ക് കൊടുക്കേണ്ട റേഷൻ നിങ്ങൾ എന്തുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്? ഇന്നഹു ലൈസ മിൻ കദ്ദിക വലാ കദ്ദി അബീക വലാ കദ്ദി ഉമ്മിക ഹത്താ തഹ്ബിസ. അത് പിടിച്ചു വെക്കാൻ മുആവിയ, അത് നിങ്ങളുടെ അധ്വാനമല്ലല്ലോ, നിങ്ങളുടെ ഉമ്മയുടേതല്ലല്ലോ, നിങ്ങളുടെ ഉപ്പയുടേതല്ലല്ലോ. നിങ്ങൾ എന്തിനാണ് മുആവിയ ഇത് പിടിച്ചു വെച്ചത്? മുആവിയ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു, ഭയങ്കര ദേഷ്യം വന്നു. ഒരു ഗവർണറോടാണ്
തന്റെ പ്രജകളിൽപ്പെട്ട ഒരാൾ, അത് പണ്ഡിതനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ ഇങ്ങനെ സധൈര്യം ചോദിച്ചത് മിമ്പറിൽ നിന്ന് മുആവിയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് ചരിത്രം. ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. മുആവിയ തങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കണം. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷമ വല്ലാത്ത ക്ഷമയാണ്. മുആവിയ തങ്ങൾ മിമ്പറിൽ കയറി 1 മണിക്കൂർ നേരം ജനങ്ങൾ അവിടെ വിശ്രമിച്ചു. മുആവിയ തങ്ങൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ്. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അബൂ മുസ്ലിം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഫഅഗ്ളബനി, എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. വഇന്നി സമിഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഗളബു മിനശ് ശൈത്വാൻ, കോപമുണ്ടാക്കുന്നത് പിശാചാണ്. പിശാചാണ് കോപമുണ്ടാക്കുന്നത്. വശൈത്വാനു ഖുലിഖ മിനന്നാർ, പിശാചിനെ അല്ലാഹു ഭൂതവർഗങ്ങളെ തീയിൽ നിന്നാണ് അല്ലാഹു പടച്ചത്. വഇന്നമാ തുത്ഫഉൻ നാറു ബിൽ മാ, തീ അണക്കണമെങ്കിൽ വെള്ളം വേണം. അതുകൊണ്ട് ഫഇദാ ഗളിബ അഹദുകും ഫൽയഗ്തസിൽ, നിങ്ങൾക്കാർക്കെങ്കിലും ദേഷ്യം വന്നാൽ, അടക്കി നിർത്താൻ പറ്റാത്ത ദേഷ്യം വന്നാൽ നിങ്ങൾ പോയി കുളിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് കുളിക്കാൻ കയറിയതാണ്. വസദഖ അബൂ മുസ്ലിം, അതുകൊണ്ടാണ് വരാൻ നേരം വൈകിയത്. അബൂ മുസ്ലിം പറഞ്ഞത് സത്യമാണ്. ഇത് എന്റെയോ എന്റെ പിതാവിന്റെയോ അധ്വാനമല്ല. ഫഹലുമു ഇലാ അതായിക്കും, ജുമുഅ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോരുത്തര് നിങ്ങളുടെ റേഷൻ എടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് അവിടെ വെച്ച് ഓർഡർ ചെയ്തു മുആവിയ റളിയല്ലാഹു അൻഹു. അതിന് നിമിത്തമായത് ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ച മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളാണ്. നോക്കണം, ഒരു തിന്മയെ മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ട നന്മകൾ ഭരണാധികാരികൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഭരണാധികാരികളെ ഉചിതമായ രീതിയിൽ ഉണർത്തേണ്ട ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത്. മഹാനായ സയ്യിദു താബിഈൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുമായിരുന്നു, ലാ തംലഉ അയുനകും മിൻ അവാനിൽ ളലമാ ഇല്ലാ ബിൽ ഇൻകാരി മിൻ ഖുലൂബികും. ചില ഭരണാധികാരികളുടെ കൂടെ നടക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാർ, ചില ആളുകളുടെ മന്ത്രിമാർ, ചില ആളുകളുടെ കൂടെ നിലകൊള്ളുന്ന, അവർ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്ന ആളുകൾ, അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരെ കാണുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ വെറുത്തു പോകണേ എന്ന് പറഞ്ഞ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു മക്കയിലുള്ള കാലം ഖലീഫയായുള്ള ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. ഇബ്നു സുബൈർ എന്നവരെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് ബൈഅത്ത് ചെയ്യണമെന്ന പ്രഖ്യാപനം വരുന്നു. ആ പ്രഖ്യാപനം നടപ്പാക്കാൻ മദീനയിലേക്ക് വന്നത് ജാബിർ ഇബ്നുൽ അസ്വദ് ഇബ്നുൽ ഔഫ് അസ്സുഹരി തങ്ങളാണ്. അദ്ദേഹം ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു, ജനങ്ങളെ ബൈഅത്ത് ചെയ്യണം. ഇബ്നു സുബൈർ എന്നവർക്ക്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് ബൈഅത്ത് ചെയ്യണം, എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ പറഞ്ഞില്ല, ആയിട്ടില്ല, നേരമായില്ല. ഹത്താ യജ്തമിഅൻ നാസ്, ജനങ്ങൾ മുഴുവനും ഇതറിയട്ടെ. കുറച്ചാളുകളെ കൊണ്ട് മാത്രം ഒരു തീരുമാനമെടുത്താൽ തീരുമാനമാവില്ല. മദീനക്കാരുടെ ഭരണാധികാരിയായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ തെരഞ്ഞെടുക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെ വേണമെങ്കിൽ മദീനക്കാർ മുഴുവൻ വേണം. ഇവിടെയുള്ള 4 ആളെ മാത്രം വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളൊരു സ്ഥാനാരോഹണം നടത്തിയാൽ അത് ആരോഹണമാവില്ല, അത് പരിഹാസ്യമാണ്. ജനങ്ങൾ മുഴുവൻ അറിയണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് ബൈഅത്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ജാബിർ ഇബ്നുൽ അസ്വദ് എന്നവർ ചെയ്ത പണിയായിരുന്നത്. അതിനെ എതിർത്തു സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ആ എതിർത്തതിന്റെ പേരിൽ 60 അടിയാണ് അടിക്കപ്പെട്ടത്. 60 അടി അടിക്കപ്പെട്ടു. ആര്? സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവായ സഈദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളിയിലെ 40 വർഷം വാങ്ക് വിളി കേട്ടിട്ട് ആ 40 വർഷത്തെ ഓരോ ദിവസത്തെയും 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മദീന പള്ളിയുടെ ഇമാമിന്റെ നേരെ പിന്നിൽ വലതുഭാഗത്ത് 1ാമത്തെ തക്ബീറിൽ ഞാൻ ഉണ്ടായിരുന്നു. 40 കൊല്ലം എനിക്കൊരു ജമാഅത്ത് പോലും നഷ്ടമായില്ല എന്ന് പറഞ്ഞ ജമാഅത്ത് മാത്രമല്ല, തക്ബീറത്തുൽ ഇഹ്റാം മാ
ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാമി ഫീ മസ്ജിദി റസൂലില്ലാഹി മുൻദു 40 സന 40 കൊല്ലമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം ഒന്നാമത്തേത് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് സധൈര്യം പറഞ്ഞ മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ജനാധിപത്യ സംവിധാനങ്ങളെ അതിന്റെ നേരായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. പൊതുജനങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് മുഴുവൻ ആളുകളും ചെയ്തെങ്കിലല്ലേ അതാവുകയുള്ളൂ. ഒരു ജനാധിപത്യ സംവിധാനം വരുമ്പോൾ മുഴുവൻ ആളുകൾ അത് ഉപയോഗപ്പെടുത്തണം. നന്മയുടെ പക്ഷത്ത് നിൽക്കണം. വിട്ടുനിൽക്കുന്നതോ നിസ്സഹകരിക്കുന്നതോ ഒരു സംവിധാനത്തെ യഥാവിധി കൊണ്ടുപോവാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് സഈദ് തങ്ങൾ പറഞ്ഞത് ബൈഅത്ത് ചെയ്യാൻ നേരമായില്ല. ബൈഅത്ത് ചെയ്യണമെങ്കിൽ മദീനയിലെ മുഴുവൻ ആളുകളും വരണം. മുഴുവൻ ആളുകളും സമ്മതിച്ചാൽ, മുഴുവൻ ആളുകളുടെയും വോട്ട് കിട്ടിയാൽ, മദീനക്കാരുടെ ബഹുഭൂരിപക്ഷമെങ്കിലും വേണം. അത് കിട്ടിയെങ്കിലേ ഇബ്നു സുബൈർ എന്നവരെ അധികാരിയായി സ്വീകരിക്കാൻ കഴിയൂ എന്ന് ഉച്ചൈസ്തരം പറഞ്ഞതിന്റെ പേരിൽ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ചാട്ടവാറുകൊണ്ട് 60 അടി വീതം അടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയം അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്നവർക്ക് മക്കയിലേക്ക് വിവരം കിട്ടിയപ്പോ തന്റെ മദീനയിലെ തന്റെ ഉദ്യോഗസ്ഥനായ ജാബിർ ബിൻ അസ്വദ് എന്നവരോട് പറഞ്ഞു, മാലനാ വലി സഈദ് ദഅഹു, സഈദ് എന്നവരെ വിട്ടേക്കണേ. സഈദ് എന്നവരെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇത് സഈദ് ബിൻ സുബൈറാണ്. ഇത് സഈദ് ബിൻ മുസയ്യിബ് തങ്ങളാണ്. ഇമാമു അഹ്ലിൽ മദീന വ അഹദു ഫുഖഹാഇ സബ്അ, മദീന കണ്ട, ലോകം കണ്ട 7 ഫുഖഹാക്കളിൽ പ്രഗൽഭനാണ് സഈദ് ബിൻ മുസയ്യിബ് എന്നവരെ. അവരെ ശിക്ഷിക്കല്ലേ എന്ന് ഉത്തരവ് വന്നു മക്കയിൽ നിന്ന് അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്നവരുടെ. നോക്കണം, അബ്ദുല്ലാഹ് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു രാജ്യത്തിന്റെ സംവിധാനങ്ങൾ അതതിന്റെ നേരായ വഴിയിൽ തന്നെ പോവണമെന്ന് ആഗ്രഹിച്ച് ജനങ്ങളെ ആ വിഷയത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ് ഉണ്ടായത്. സഈദ് തങ്ങൾ പറഞ്ഞു, അതിനുശേഷം 60 അടി അടിച്ചു. സഈദ് തങ്ങൾ പറഞ്ഞു, ജാബിർ ബിൻ അസ്വദേ, നിങ്ങൾ ഇസ്ലാം അനുവദിച്ച 4 വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ നിങ്ങൾ 5 വിവാഹം ചെയ്തിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് പൊരുത്തമാവില്ല. ഇത് ശറയിൽ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്നഅ മാ ബദാലക്, നീ തോന്നിയതുപോലെ ചെയ്തോ. ഫസൗഫ യഅതീക മാ തക്റഹു, നീ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് വരാൻ പോകുന്നുണ്ട് എന്ന് മഹാനായ ഇബ്നു സുബൈർ എന്നവരുടെ മദീനയിലെ ഉദ്യോഗസ്ഥനായ ഒരൽപ്പം കർക്കശ സ്വഭാവക്കാരനായ ജാബിർ ബിൻ അസ്വദ് എന്നവരോട് മഹാനായ സഈദ് എന്നവരെ പറഞ്ഞ് 2-3 രാത്രി കഴിഞ്ഞിട്ട് വീതം ചാട്ടവാറ് കൊണ്ട് അടിച്ചതിന് പകരമായി മഹാനായ സഈദ് എന്നവർ പറഞ്ഞൊരു വാക്കാണിത്. ഇസ്നഅ മാ ബദാലക് ഇഅമൽ മാ ബദാലക് ഫസൗഫ യഅതീക മാ തക്റഹു. ജാബിർ ബിൻ അസ്വദേ, നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നിങ്ങളുടെ വഴിയെ വരാൻ പോകുന്നുണ്ട് എന്നൊരു മറുപടി ആ പറഞ്ഞതുപോലെ സംഭവിച്ചു. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻ, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻ മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മുസ്ലിം ഭരണാധികാരിയായ ഹജ്ജാജ് ബിൻ യൂസുഫ് ജീവിച്ചിരിപ്പുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫ് സഫാഖ്, ജനങ്ങളുടെ ചോര ചിന്തുന്ന മനുഷ്യനെന്ന് ചരിത്രം മോശപ്പേര് വിളിച്ചിട്ടുള്ള ഹജ്ജാജ് ബിൻ യൂസുഫ് പണ്ഡിതന്മാർക്ക് പേടിയായിരുന്നു. പണ്ഡിതന്മാർ മുഴുവൻ ഓടുകയായിരുന്നു ഹജ്ജാജിനെ കാണുമ്പോ. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുമ്പിൽ സധൈര്യം നിന്ന് പോരാടിയ മറ്റൊരു സഈദുണ്ട്, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻ, താബിഈപ്പെട്ട മഹാൻ. ഇത് സഈദ് ബിൻ മുസയ്യിബ്. സഈദ് ബിൻ മുസയ്യിബ് എന്നവരോട് ആളുകൾ ചോദിച്ചു, അല്ല സഈദേ, ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്താ നിങ്ങളുടെ മേക്കെട്ടിരുന്ന് വരാനിരിക്കുന്നത്? എന്താ നിങ്ങളോട് ശല്യം ചെയ്യാൻ വരാത്തത്? നിങ്ങളുടെ ബുദ്ധിമുട്ടാക്കാൻ എന്താ വരാത്തത്? നിങ്ങളെ ഹജ്ജാജിന് പേടിയാണ് പോൽ. സഈദ് തങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല മക്കളെ, എനിക്കറിയില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പള്ളിയിൽ ഹജ്ജാജ് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫ്, ഷാഫി ഇമാം പറഞ്ഞത് കഫാ ബിഹി ളാലിമാ, അക്രമിയാണ് എന്ന് പറയാൻ ഹജ്ജാജ് യൂസുഫ് തന്നെ മതി. അയാൾ അക്രമിയാണ്. ദുൽമിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇമാമുന ശാഫിഈ തങ്ങള്.
ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മദീനയിൽ വാപ്പാന്റെ കൂടെ വന്നൊരു കഥ പറയുന്നുണ്ട്. സഈദ് എന്നവരെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മദീനയിൽ വന്നു, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്നു. ഫസല്ലാ സ്വലാതൻ ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ. ഞാൻ ആ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് വന്നിട്ട് ഒരു നിസ്കാരം, ധൃതി പിടിച്ച റുകൂഅ്, ധൃതി പിടിച്ച് സുജൂദ്, മര്യാദക്ക് സുജൂദോ റുകൂഅോ ചെയ്യാതെ ധൃതി പിടിച്ച് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഒരു കൈപ്പിടി നിറയെ ചരൽക്കല്ല് വാരിയിട്ട് ഞാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെതിരെ എറിഞ്ഞിട്ടു. ഏറിന് ശേഷം ഹജ്ജാജിന് എന്നെ പേടിയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പലരോടും പറഞ്ഞിട്ടുണ്ട്, സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ ഏറ് കിട്ടിയതിന് ശേഷം ഞാൻ എന്റെ നിസ്കാരം പിന്നെ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ കുത്തിമറിഞ്ഞ് നിസ്കരിക്കാറില്ല. ഇത് പോക്കിരിയായ ഒരു മനുഷ്യനോട് ചെയ്യാൻ ധൈര്യം കാണിച്ച മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻ. സഈദ് ഇബ്നുൽ ജുബൈർ, ഒരേ പേരാണ്, രണ്ടുപേരും സഈദുമാർ. ഒന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ്, മറ്റേത് സഈദ് ഇബ്നു ജുബൈർ. ഭരണാധികാരിയോട് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് വളരെ വളരെ ദാരുണമായ ഒരു സംഭവത്തിൽ ഷഹീദാവാൻ ഭാഗ്യമുണ്ടായ മഹാൻ സഈദ് ഇബ്നു ജുബൈർ എന്നവരെ ഹജ്ജാജ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. ഈ ചരിത്രം, അതിന്റെ വിശദഭാഗം മുമ്പ് പറയപ്പെട്ട സംഭവങ്ങളാ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സഈദ് ഇബ്നു ജുബൈർ എന്നവരെ ഹജ്ജാജിന്റെ ചോദ്യം, മസ്മുക, പേരെന്താണ്? അന സഈദ് ഇബ്നു ജുബൈർ, ഞാൻ സഈദാണ്, എന്റെ വാപ്പയുടെ പേര് ജുബൈർ. സഈദ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ, ജാബിർ, ജുബൈർ എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർ എന്നാണ് അർത്ഥം. ജാബിർ എന്ന് പറഞ്ഞാലും ജുബൈർ എന്നാലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളെന്നാണ്. സഈദ് എന്നാൽ വിജയിച്ചവൻ. ഹജ്ജാജിന്റെ മറുപടി വന്നു, നീ സഈദ് അല്ല, അൻത ശഖീയ് ഇബ്നു ഖുസൈർ, നിന്റെ പേര് ഷഖീയാണ്, പരാജയപ്പെട്ടവൻ. നിന്റെ വാപ്പ പരിഹരിക്കുന്ന ആളല്ല, ഖുസൈർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ലഅഖ്തുലന്നക, നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സഈദ് നിങ്ങളുടെ മറുപടി, എന്റെ ഉമ്മാക്കറിയാം എന്റെ പേരെന്താണെന്ന്. ദഅനി ഉസല്ലി റക്അതൈൻ, ഞാൻ അല്ലാഹുവിനെ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. നിസ്കരിച്ചു. കൊല്ലാൻ പോവാണ്, വധിക്കാൻ പോവുകയാണ്. ദാരുണമായ കൊലപാതകം നടക്കാൻ പോകുന്നു. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പോലും കഴിയാൻ പറ്റാത്തത്. പക്ഷേ ആ നേരത്തെ സത്യവും ധർമ്മവും വിളിച്ചു പറഞ്ഞു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുഖത്ത് നോക്കിയിട്ട് കടത്തി സഈദ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ എന്നെ ഖിബിലയിലേക്ക് തിരിച്ചു കടത്തേണമേ. ഹജ്ജാജിന്റെ മറുപടി വന്നു, വേണ്ട, ജൂതന്മാരോ ക്രിസ്ത്യാനികളോ തിരിയുന്ന ഖിബലയിലേക്കാവാം, മുസ്ലിമീങ്ങളുടെ ഖിബലയിലേക്ക് തിരിച്ചു കടത്തണ്ട. അന്നേരം മഹാനവറുകൾ പറഞ്ഞു, ഫഅൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അല്ലാഹുവിന്റെ വജ്ഹുണ്ടല്ലോ എന്ന ആയത്തോതി. എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അല്ലാഹുണ്ടല്ലോ. അത് പറഞ്ഞപ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മറുപടി വന്നു, ഇന്നി അസ്തഈദു മിൻക ബിമാ ആദത് ബിഹി മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആരെ വിളിച്ചാണോ കാവൽ ചോദിച്ചത് അതുപോലൊരു കാവൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഹജ്ജാജിന്റെ അതെന്താ? ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? മറിയം ബീവി ചോദിച്ചില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹ കുളിച്ചു വരുമ്പോ ആ മഹദിക്ക് ഗർഭധാരണം ഉണ്ടാകാൻ പോകുന്നു. മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമിന്റെ റൂഹ് മറിയം ബീവിയുടെ ഉദരത്തിലേക്ക് ഊതാൻ പോകുമ്പോ ഒരു പുരുഷനായി രൂപം പ്രാപിച്ചു വന്നപ്പോ ഒരു അന്യ പുരുഷൻ മുമ്പിൽ വന്നു എന്ന് കണ്ടപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക്, നിങ്ങളെ പേരെന്താ, ഫോൺ നമ്പർ തരോ എന്നല്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി വന്നത്, അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനല്ലേ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? കാരുണ്യവാനെ നീ ഭയപ്പെടുന്നില്ലേ? ഞാൻ ആ കാരുണ്യവാനോട് അല്ലാഹുവിനോട് സുരക്ഷിതത്വം ചോദിക്കുകയാണ്. അതാണ് ഹജ്ജാജെ എനിക്കും പറയാനുള്ളത് എന്ന് അവസാന നേരത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു
ആ മഹാനുഭാവനെ തലയെറുത്തു മാറ്റുകയാണുണ്ടായത് ദാരുണമായ രീതിയിൽ. ആ തല ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന നേരം ഖലഫ് ഇബ്നു ഖലീഫ എന്ന് പറയുന്ന മഹാൻ പറയുന്നുണ്ട്, ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലം യുതിമ്മ ത്സാലിസ. ശരീരത്തിൽ നിന്ന് തല അറുക്കപ്പെട്ട് ശരീരത്തോട് മുറിച്ചു മാറ്റപ്പെട്ട നേരത്തെ ആ വായയിൽ നിന്ന് 2 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ കേട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആ നാവുകൾക്ക്. അവസാനം 2 തവണ ശരീരം വേർപെട്ടതിന് ശേഷം കലിമ ചൊല്ലിയ മഹാനാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻ. മഹാനായ സഈദ് എന്നവരെ മഹാനവറുകൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊല്ലാൻ പോവുകയാണെന്ന് കണ്ടപ്പോ മഹാനവറുകൾ പറയുകയുണ്ടായി, മാ അറാനി ഇല്ലാ മഖ്തൂലാ, ഞാൻ കൊല്ലപ്പെടുക തന്നെയാണ്. വസൗഖ്ബിറുക്കും, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, ഞാനും എന്റെ 2 സുഹൃത്തുക്കളും ഞങ്ങൾ കുൻതു അന വസാഹിബാനി ലി ദഅൗനാ ഹീന വജദ്നാ ഹലാവത ദുആ. ഇത് വല്ലാത്ത വാക്കാണ്, ഞാൻ അതുകൊണ്ട് അതിന്റെ അറബ് ഉച്ചരിക്കുന്നത്. ഹലാവത ദുആ, ദുആ ചെയ്യാനുള്ള ഒരു മധുരം കിട്ടിയ ഒരു നേരം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എനിക്കും എന്റെ 2 കൂട്ടുകാർക്കും ദുആഇന്റെ ഒരു മധുരമുണ്ടായ നേരം. ദുആ ഇറക്കാനൊരു മധുരം തോന്നാൻ, അള്ളാഹുവിനോട് ചോദിക്കാനൊരു മധുരം തോന്നിയ നേരം, ആ നേരം ഞാനും എന്റെ കൂട്ടുകാരനും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, രക്തസാക്ഷിത്വം നീ നൽകുമെങ്കിൽ അത് ഞങ്ങൾക്ക് നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥനക്ക് മധുരം കിട്ടിയ ഒരു നേരത്തെ നല്ല മധുരമുള്ള ഒരു പ്രാർത്ഥന എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ കൂട്ടുകാരിൽ 2 പേർ ഷഹീദുകളായി മരിച്ചുപോയി. അത് എനിക്കും വരുമെന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ അവസാന നേരത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഫലാ തുസല്ലിത് അഹദൻ ബഅദീ, ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ എന്റെ മരണശേഷം ഒരാളെയും കൊല്ലാൻ അനുമതി കൊടുക്കരുതേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാണ് ആ മഹാൻ കടന്നു കൊടുത്തത്. ആ മഹാനുഭാവനെ നിർദാക്ഷിണ്യം ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊന്നുകളയുമ്പോൾ കലിമ ചൊല്ലുകയായിരുന്നു ആ മഹാൻ. എന്നിട്ട് 40 ദിവസമേ ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിലനിന്നിട്ടുള്ളൂ. അയാളുടെ ദേഹത്തിന്റെ ഉള്ളിലാകമാനം പുഴു അരിക്കുകയാണുണ്ടായത്. എന്നും സ്വപ്നം കാണും, സഈദ് ഇബ്നു ജുബൈർ എന്നവരെ വന്ന് കോളറിന് പിടിക്കുന്നു. കോളറിന് പിടിച്ചിട്ട് അള്ളാന്റെ ശത്രുവേ, നീ എന്തിനെന്നെ കൊന്നു എന്ന്, നീ എന്തിനെന്നെ കൊന്നുകളഞ്ഞു എന്ന് എല്ലാ രാത്രിയിലും ഈ കൊലപാതകിയോട് ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് സഈദ് ഇബ്നു ജുബൈർ എന്നവരുടെ ആത്മാവ് ഒന്ന് ചോദിക്കുന്ന പോലെ ഉറക്കം വരാതെ എഴുന്നേറ്റോടി ഹജ്ജാജ് പറയുമായിരുന്നു, മാലി വലി സഈദ്, എനിക്കെന്താ പറ്റിയത്, സഈദ് ഇബ്നു ജുബൈറിന് എന്താണ് പറ്റിയത്? പിന്നെ ഒരാളെയും കൊല്ലാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടില്ല. മഹാനായ ഇബ്നു കസീർ എന്നവരെ സഈദ് ഇബ്നു ജുബൈർ എന്നവരുടെ ഈ സംഭവം വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ഹസനുൽ ബസ്വരി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലമാണത്. ഹസനുൽ ബസ്വരിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലിയാൽ ഏത് പോക്കിരിയായ മനുഷ്യനും പച്ചപ്പാവമായി മാറുമായിരുന്നു. അങ്ങനെ ഒരു ദുആ ഹസനുൽ ബസ്വരിക്കുണ്ടായിരുന്നു. യാ ഖാസിമൽ ജബാബിറ അഖ്സിമുൽ ഹജ്ജാജ്, ഇത്രേ പറയാ, യാ ഖാസിമൽ ജബാബിറ, പാവമായ സഈദ് ഇബ്നു ജുബൈർ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ മുസ്ലിമായ ഭരണാധികാരി തന്നെ, പക്ഷേ നന്മയെ ഇഷ്ടപ്പെടാത്ത ഹജ്ജാജ് സഈദ് ഇബ്നു ജുബൈർ എന്നിവരെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞു എന്ന് കേട്ടപ്പോ മഹാനായ ഹസനുൽ ബസ്രി ദുആ ചെയ്ത ദുആയുണ്ട്. യാ ഖാസിമൽ ജബാബിറ, എല്ലാ അഹങ്കാരികളെയും പിടിച്ചു വെക്കാൻ കഴിയുന്നവനെ, അഖ്സിമുൽ ഹജ്ജാജ്, ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പിടിക്കണമേ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് 3 ദിവസം കൊണ്ടാണ് ഹജ്ജാജ് മരിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുമ്പിൽ മഹാനവറുകൾ മരിക്കുമ്പോ സഈദ് ഇബ്നു ജുബൈർ എന്നിവർ ചിരിച്ചു അത്രേ. ചിരിച്ചപ്പോ ഹജ്ജാജിന്റെ ചോദ്യം, കൊല്ലപ്പെടാൻ പോകുന്ന നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്?
പറഞ്ഞു അദ്ഹഖു മിൻ ഗൈറാതിക അലയ്യ വഹിൽമില്ലാഹി അൻക. ഹജ്ജാജേ, നീ കാണിക്കുന്ന അപാരമായ ധൈര്യം, മനുഷ്യന്റെ ജീവനെ കൊണ്ട് നീ കാണിക്കുന്ന ഈ ധൈര്യം, ആ ധൈര്യമോർത്ത് ഞാൻ ചിരിക്കുകയാണ്. വഹിൽമില്ലാഹി അൻക, നിന്നെ ഈ നിമിഷം പിടിക്കാൻ കഴിയുന്ന അല്ലാഹു, ഈ നിമിഷം നിന്നെ വകവരുത്താൻ കഴിയുന്ന അല്ലാഹു നിനക്ക് ആയുസ് നീട്ടിത്തന്ന് നീ എത്രത്തോളം ഉൽമ ചെയ്യുമോ എന്ന് കാണാൻ വേണ്ടി തന്നെ നിനക്ക് ആയുസ് ഇനിയും ചുരുക്കാതെ നിന്നെ ഇവിടെ ജീവിപ്പിച്ചു നിർത്തുന്ന സഹനശീലനായ അല്ലാഹുവിന്റെ സഹനമോർത്തുകൊണ്ട് ഞാൻ ചിരിച്ചു പോയതാണ് ഹജ്ജാജേ എന്ന് മഹാനായ സഈദ് തങ്ങൾ പറയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അഹബ്ബുൽ ജിഹാദി ഇലല്ലാഹ് കലിമതു ഹഖ്ഖിൻ തുഖാലു ലിൽ ഇമാമിൽ ജായിർ ലിഇമാമിൻ ജായിരിൻ. അക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് നന്മയുടെ വാക്കുകൾ, നീതിയുടെ വാക്കുകൾ തുറന്നു പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കുണ്ടോ നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിഷയങ്ങള്, അത്രക്കുണ്ടോ നമ്മുടെ അങ്ങാടി കവലകളിലെ വിഷയങ്ങള്, അത്രക്കുണ്ടോ നമ്മുടെ സ്വന്തം കുടുംബങ്ങളിൽ നടക്കുന്നത്. ഇതുപോലെയുള്ള വല്ല പ്രതിസന്ധി നമുക്കുണ്ടോ? ഒരു തിന്മ കാണുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പിടിച്ചു വെക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു സാരോപദേശം കൊടുക്കാൻ എന്തേ നമുക്ക് സാധിക്കാതെ പോകുന്നത്? അല്ലാമ അൽ-ഔസാഇ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘമായൊരു സംഭവമുണ്ട്. അതിലൊരുപാട് ഉപദേശങ്ങൾ കാണാൻ കഴിയും. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിത ലോകത്തെ മാതൃകാ പണ്ഡിതനാണ്. ഭരണാധികാരികളുടെ പിന്നാലെ നടക്കാതെ, അധികാരികളുടെ പിന്നാലെ ഓടി നടക്കാതെ ധർമാധർമ്മം ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യം കാണിച്ച അല്ലാമത്തുൽ ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി. അന്നത്തെ ഭരണാധികാരിയാണ് ഖലീഫ മൻസൂർ. ഖലീഫ മൻസൂർ എന്നവരെ ഭരണം നടത്തുമ്പോ ഷാമിന്റെ സാഹിൽ എന്ന് പറയുന്ന പ്രദേശത്ത്, അത് കടൽക്കരയാണ്, ആ ഭാഗത്താണ് ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ മൻസൂർ രാജാവിനെ കാണാൻ വരുന്നു. ഖിലാഫത്തിന്റെ ആസ്ഥാനത്തേക്ക് ബഗ്ദാദിലേക്ക് വരുന്നു. സലാം പറഞ്ഞു, സലാം അടക്കിയിട്ട് ഇമാം ഔസാഇയോട് മൻസൂർ രാജാവിന്റെ ചോദ്യം, 20-ലേറെ ഭൗതിക രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരാണിത്. ചൈന വരെ നീണ്ടു നിൽക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യമാണെന്നത്തെ സാമ്രാജ്യം. ആ സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് ഖലീഫ മൻസൂർ. എന്തേ ഔസാഇ, ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നല്ലോ, അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ നിങ്ങൾ എന്തേ വരാ? നീതിയായും നന്മയായും വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ഇമാം ഔസാഇ തങ്ങൾ ഖലീഫ മൻസൂറിനോട് പറഞ്ഞു. ഖലീഫ മൻസൂറിന്റെ മറുപടി ഇതാണ്: ഔസാഇ, ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന സാരോപദേശം അത് കേൾക്കാൻ വേണ്ടിയാ വിളിച്ചത്. നിങ്ങൾ വരാൻ കുറെ വൈകിപ്പോയല്ലോ. ഖലീഫ മൻസൂർ, ഫൻദുർ യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്കൊരു കാര്യം അറിയണോ? കുറെ കേട്ടിട്ടത് ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുമോ? ഞാൻ പറയാം, നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ ഭരണാധികാരിയാണ്. ഞങ്ങൾ പണ്ഡിതന്മാർ വന്ന് എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ ധിക്കാരം സമ്മതിക്കാതിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് എന്ത് വന്ന് പറയാനാണ്? ഞാൻ എന്തിന് പറയണം? സുബ്ഹാനല്ലാഹ്. ഔസാഇ ഇമാം പറയുന്നു, ഞാനത് പറഞ്ഞപ്പോ അവിടെ വാള് പിടിച്ച് നിൽക്കുന്ന റബീഇനെ ഞാൻ കണ്ടു. ആ റബീഅ തന്റെ കൈകളിലുള്ള വാളുകൊണ്ട് എന്റെ കഴുത്തിലേക്ക് ഇപ്പൊ ആഞ്ഞു വെട്ടുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. മൻസൂർ പറഞ്ഞു, വേണ്ട, ചെയ്യണ്ട എന്ന് പറഞ്ഞു. അവിടെ കശാപ്പുകാർ നിൽക്കുകയാണ്. ഭരണാധികാരിക്കെതിരെ എന്ത് പറഞ്ഞാലും പിന്നെ ഉടനെ അവരെ ഇല്ലായ്മ ചെയ്യാം. അത് ലോകത്ത് ഏകാധിപതികളായ ഭരണാധികാരികൾ ചെയ്തു പോരുന്ന രീതികളാണ്. തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ വെട്ടി നശിപ്പിക്കുക. പക്ഷേ വ്യക്തികളെ നശിപ്പിക്കാം, നന്മയെ, യാഥാർത്ഥ്യത്തെ, സത്യത്തെ നശിപ്പിക്കാൻ കഴിയില്ല. ഒരാൾ മരിച്ചാലും ആ സത്യം അവിടെ ബാക്കിയുണ്ടാകും. ഒരാൾ മരിച്ചു പോയാലും ആ യാഥാർത്ഥ്യം അവിടെ ബാക്കിയുണ്ട്. ഇത് ജനങ്ങൾ മനസ്സിലാക്കാറില്ല. ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി മൻസൂറിന്റെ മുമ്പിൽ ഇടപെടാൻ പോവുകയാണ്. ഹാദാ മജ്ലിസു മഥൂബത്തിൻ ലാ മജ്ലിസു ഉഖൂബ. റബീഅ, ഇത് ശിക്ഷിക്കുന്ന മജ്ലിസല്ല, ഇത് പ്രതിഫലം നൽകാൻ പറ്റുന്ന മജ്ലിസാണ്.
ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിനൊരു സമാധാനം തോന്നി. ഔസാഇ ഇമാം പറയാൻ തുടങ്ങുന്നു, ഞാൻ ഉപദേശിക്കാൻ തുടങ്ങി, മൻസൂർ കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇരുന്ന് കേട്ടു മൻസൂർ. അയാൾ കരഞ്ഞു, തൂവാലയെടുത്ത് കണ്ണുനീർ തുടക്കുന്നത് ഞാൻ കണ്ടു. യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അമീറുൽ മുഅ്മിനീനെ, ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കട്ടെ. ഹദീസുമായിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഇതൊരു വല്ലാത്ത സംഭവമാണ്. ഒരു രാജാവ് ഇരുന്ന് കേട്ട ഇത്രയും ദീർഘമുള്ള ഒരു വഅദ് ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഹദീസും ആയത്തും സംഭവങ്ങളും ഓരോന്നോരോന്ന് മഹാനായ ഇമാം ഔസാഇ ഖലീഫ മൻസൂറിന്റെ മുമ്പിൽ ഒന്നൊന്നായി അവതരിപ്പിക്കുകയാണ്. കേൾക്കുമോ? ഞാൻ കേൾക്കാം. എന്നാ കേട്ടോളൂ. അമീറുൽ മുഅ്മിനീൻ, ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അയ്യുമാ അബ്ദിൻ ജാഅതുഹു മൗഇദതും മിനല്ലാഹി ഫീ ദീനി, ഏതെങ്കിലും ഒരാൾക്ക് ദീനിന്റെ വിഷയത്തിൽ ഒരു സാരോപദേശം ലഭിക്കുകയും ആ സാരോപദേശം ആർക്കെങ്കിലും ലഭിച്ചാൽ അറിയണം, ഫഇന്നഹാ നിഅമത്തും മിനല്ലാഹി സീഖത് ഇലൈഹി, നമുക്ക് ലഭിച്ച അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ് ഒരു വഅദ് എന്ന് വിചാരിക്കണം. ഒരു വഅദ്, ഒരു സാരോപദേശം, ഒരു പ്രഭാഷണം, അത് അല്ലാഹു നമുക്ക് നൽകുന്ന നിഅമത്താണ്. പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും അത് നിഅമത്താണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഫഇൻ ഖബിലഹാ ബിശുക്രിൻ, അത് അല്ലാഹു ശുക്ർ ചെയ്ത് സ്വീകരിച്ചാൽ അത് നന്ന്. വഇല്ലാ കാനത് ഹുജ്ജതൻ മിനല്ലാഹി അലൈഹി, ഒരു വഅദോ ഒരു ഉപദേശമോ കേട്ടിട്ട് അത് സ്വീകരിക്കാതിരുന്നാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആ വഅദ് നമുക്കെതിരായി സാക്ഷി പറയും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. മൻസൂറേ, യാ അമീറുൽ മുഅ്മിനീൻ, ഖാല റസൂലുള്ളാഹ്. നോക്കണം, അമീറുൽ മുഅ്മിനീൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പ്രകോപനങ്ങളിൽ അവിടെ ബഹുമാനക്കുറവ് കാണിക്കുന്നില്ല. അമീറുൽ മുഅ്മിനീനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യുമാ വാലിൻ ബാതഗാശൻ ലിറഇയതിഹി, ഏതെങ്കിലും ഒരാൾ അധികാരം ഏറ്റെടുക്കുകയും അത് പഞ്ചായത്ത് മെമ്പർ മുതലാവാം, വാർഡ് മെമ്പർ മുതലാവാം, ഉന്നതങ്ങളിലേക്ക് എത്ര വലിയ സ്ഥാനമാവട്ടെ, ജനങ്ങളുടെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുത്താൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടും ജനങ്ങളുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ടും കൈക്കൂലി വാങ്ങിയും ആ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്താതിരുന്നാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് രാജാവേ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. ആരോടെ പറയുന്നറിയോ? ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ തലയറുക്കും അങ്ങനത്തെ ഭരണാധികാരികൾ. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ഇലൽ ഖിസാസ് മിൻ നഫ്സിഹി ഫീ ഖദ്ശിൻ ഖദശഹു അഅറാബിയൻ ലം യതഅമ്മദു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഖലീഫ മൻസൂർ, മുത്തനബി തങ്ങൾ ഒരു അറാബിയുടെ ദേഹത്തെ നിബിതങ്ങളുടെ കൈകൊണ്ടോ മറ്റോ ഒരു ചെറിയ അടയാളം വന്നു പോയതിന്റെ പേരിൽ സ്വന്തം ശരീരത്തോട് പ്രതികാരമെടുക്കാൻ പ്രവാചകൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ? അറാബിയോട്, കാട്ടറബിയോട്, നിങ്ങളെ വേദനിപ്പിച്ചതിന് എന്നെ വേദനിപ്പിച്ചോളൂ എന്ന് നിബിതങ്ങൾ പ്രതികാരമെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ, ഇന്നല്ലാഹ ലം യബ്അസ്ക ജബ്ബാറൻ മുതകബ്ബിറാ. തങ്ങൾ അറിയാതെ, തങ്ങൾ ഉദ്ദേശിക്കാതെ ആ അറാബിയുടെ ദേഹത്തൊരു ചെറിയ മുറിവായി പോയ സന്ദർഭം ജിബ്രീൽ തങ്ങൾ വന്ന് നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഇന്നല്ലാഹ ലം യബ്അസ്ക ജബ്ബാറൻ മുതകബ്ബിറാ, അല്ലാഹു നിങ്ങളെ അഹങ്കാരിയോ ധിക്കാരിയോ ആയിട്ടല്ല നബിയേ അല്ലാഹു നിങ്ങളെ പറഞ്ഞയച്ചത്. ഇത് പറഞ്ഞപ്പോ അറാബിയെ വിളിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ഇഖ്തസ്സ മിന്നീ, എന്നോട് പ്രതികാരമെടുത്തോളൂ എന്ന് അറാബിയോട് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് സാന്ദർഭികമായി ചോദിക്കട്ടെ. ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ ഒരു ചടങ്ങ് പോലെ പൊരുത്തമാക്കണേ എന്ന് ചോദിച്ചു പോകും. മനസ്സറിഞ്ഞ് നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ കൊണ്ട് നഷ്ടം സംഭവിച്ചവരെ, നമ്മളാൽ അപകടങ്ങൾ ഉണ്ടായവരോട് ഒരു സോറി പറഞ്ഞു പോകുന്നതിനപ്പുറം നമ്മൾ യഥാർത്ഥ ക്ഷമാപണം ചെയ്യാറുണ്ടോ? ലോകത്തിന്റെ ഗുരുവാണ് ചോദിച്ചത് അറാബിയോട്. അറാബി അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുത്തു, ഖദ ഹലൽതുക ബിഅബി അൻത വ ഉമ്മി. നബിയേ, അങ്ങ് എന്ത് ചെയ്തോ നിങ്ങൾക്ക് അങ്ങേക്ക് ഹലാലാണ് നബിയേ, ഞാൻ പൊരുത്തമാക്കി തന്നു നബിയേ, എനിക്കത് പ്രശ്നമായിട്ടില്ലല്ലോ. മാ കുൻതു ലിഅഫഅല ദാലിക അബദൻ വലൗ അതൈത അലാ നഫ്സി. നബിയേ, അങ്ങന്റെ ദേഹത്ത് വെട്ടിമുറിവേൽപ്പിച്ചാൽ പോലും അങ്ങയോട് പ്രതികാരം ഞാൻ ചോദിക്കില്ല നബിയേ, ഞാൻ ചോദിക്കില്ല എന്ന് അറാബി ഹബീബായ നബി തങ്ങളോട് മറുപടി പറഞ്ഞു. ഫദഅലഹു ബിഖൈരിൻ. അറാബിക്ക് നബി തങ്ങൾ നന്മ വരട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭരണാധികാരി ഉപദേശിക്കാൻ, യാ അമീറൽ മുഅ്മിനീൻ ഖലീഫ മൻസൂറേ, റദ്ദി നഫ്സക ലിനഫ്സിക വഖുദ് ലഹൽ അമാന മിർ റബ്ബിക. നിങ്ങളെ കൺട്രോൾ ചെയ്തേക്കണം. അല്ലാഹുവിന്റെ അരികത്ത് സുരക്ഷിതത്വം വേണോ? നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോളൂ. യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭരണാധികാരിയേ, അധികാരം നിങ്ങളുടെ മുൻഗാമികൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, അധികാരം നിങ്ങളുടെ മുൻഗാമികളുടെ കൂടെ എന്നും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഭരണാധികാരിയാവില്ല. അധികാരം നിങ്ങളുടെ മുൻഗാമികളുടെ കയ്യിൽ എന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ അധികാരം നിങ്ങളിലേക്ക് കൈമാറപ്പെടുമായിരുന്നില്ല. അതുപോലെ ഓർക്കണേ, ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള അധികാരം നിങ്ങളുടെ കയ്യിൽ എന്നും നിലനിൽക്കാനും പോകുന്നില്ല. ഓർമ്മ വേണം. ഇത് എല്ലാ ഭരണാധികാരികൾക്കും ഓർമ്മ വേണ്ടതാണ്. അധികാരത്തിൽ കയറുമ്പോൾ മാത്രമല്ല, ഇത് കുറച്ചു നേരത്തേക്ക് മാത്രമാണ് തമ്പുരാൻ മനുഷ്യന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് നോക്കാൻ. യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ കേട്ടിട്ടുണ്ടോ? മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നാളെ പരലോകത്ത് അല്ലാഹു മനുഷ്യർക്ക് വായിക്കാൻ അവനവന്റെ കർമ്മങ്ങളുടെ റെക്കോർഡ് നൽകുമ്പോൾ, അല്ലാഹുവേ ഞങ്ങളുടെ യമീനിൽ നൽകണേ തമ്പുരാനെ, ഞങ്ങൾക്ക് വലത് കൈയിൽ നൽകണേ തമ്പുരാനെ. അല്ലാഹു നമ്മൾ ചെയ്ത കർമ്മങ്ങളും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും രേഖപ്പെടുത്തി വെച്ച രേഖാപുസ്തകം നമ്മുടെ കൈകളിലേക്ക് നൽകുമ്പോൾ, തിന്മകൾ ചെയ്തു പോയ ആളുകൾ പറയുമത്രേ, മാലിഹാദൽ കിതാബ്, എന്താണ് ഈ കിതാബിന്റെ അവസ്ഥ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതിലെല്ലാ ചെറുതും വലുതും ഉണ്ടല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഈ കിതാബിന്റെ അവസ്ഥ എന്താണ് നോക്കണം. ഞങ്ങൾ ചെയ്തതാണല്ലോ എന്നല്ല അപ്പോഴും ചിന്തിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ രേഖപ്പെട്ട് കിടക്കുന്നു? മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഖലീഫ മൻസൂറേ, ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുണ്ട്. എന്താണ് ആ ചെറുതും എന്താണ് ആ വലുതും എന്നത്? അസ്സഗീറതു അത്തബസ്സുമു, ചെറുതെന്ന് പറഞ്ഞത് ഒരു പുഞ്ചിരിയാണ്. വൽകബീറതു അല്ലഹഖു, വലുതെന്ന് പറഞ്ഞത് ചിരിയാണ്. ചിരിയും പുഞ്ചിരിയും, പുഞ്ചിരി ചെറുത്, ചിരി വലുത്, അങ്ങനെ നന്മ തിന്മകളായി കാറ്റഗറി ചെയ്യപ്പെടുമ്പോൾ പുഞ്ചിരി പോലും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അതുകൊണ്ട് രാജാവേ, ഫകൈഫ ബിമാ അമിലതുഹുൽ ഐദി വഹസദതുഹുൽ അൽസുനു, ചുണ്ടുകൊണ്ടുള്ള പുഞ്ചിരിയും വായ കൊണ്ടുള്ള ചിരിയും ചെറുതും വലുതുമാണെങ്കിൽ മനുഷ്യന്റെ കൈ കൊണ്ട് ചെയ്യുന്നതും നാവുകൊണ്ട് പറയുന്നതിനെ പറ്റി പിന്നെ എന്താണ് പറയാനുള്ളത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇമാം ഔസാഇ ചിന്തിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവായ ഭരണാധികാരിയായ ഖലീഫ മൻസൂറേ, ബലഗനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഖാൽ, ഉമർ എന്നവർ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്,
ലൗ മാതത് സഖലതുൻ അലാ ഷാതിൽ ഫുറാതി ലൈഅതൻ ലഖശീതു അൻ ഉസ്അല അൻഹാ. മദീനയിൽ അധികാരം നടത്തുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന മുസ്ലിം ഭരണത്തിന് കീഴിലാണ്. ഇറാഖിലേക്ക് 2000-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട്. ഉമർ എന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മദീനയിലുള്ള ഞാൻ എന്റെ അധികാര പരിധിയിലുള്ള ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ കരയിലൂടെ ഒട്ടക സംഘം കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരൊട്ടകക്കുട്ടി അവിടെ നടക്കാനുള്ള വഴി ശരിയല്ലാത്തതിന്റെ പേരിൽ ഒരൊട്ടകം കാലിടറി വീണുപോയാൽ, ചത്തുപോയാൽ അള്ളാന്റെ കോടതിയിൽ ഉമറിനോട് ചോദ്യമുണ്ടാകുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണാധികാരത്തിലിരിക്കെ ഒരു ഒട്ടകത്തിനെ കുറിച്ച് പോലും പേടിച്ചിട്ടുണ്ടെങ്കിൽ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ അധികാര പരിധിയിലെ മനുഷ്യർക്ക് നീതി ലഭിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊരു വല്ലാത്ത ഉപദേശമാണ് ഇമാം ഔസാഇയുടെ. ഒരു ഭരണം നടക്കുമ്പോ ഒരു രാജ്യത്ത് മനുഷ്യർ മാത്രമല്ലല്ലോ, ഇവിടെ മത്സ്യങ്ങളുണ്ട്, കൃഷിയുണ്ട്, പക്ഷികളുണ്ട്, ജന്തുജാലങ്ങളുണ്ട്, മിണ്ടാ പ്രാണികളുണ്ട്, കന്നുകാലികളുണ്ട്. മനുഷ്യന്റെ കൂടെ ഈ ജീവജാലങ്ങൾക്ക് മുഴുവനും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അവര് ഭൂമിയുടെ അവകാശികളാണ്. പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ അത് വരുമോ ഇല്ലേ എന്നതല്ല വിഷയം. മനുഷ്യർ ജീവിക്കുന്നിടത്തെ ജീവജാലങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, ജന്തുജാലങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, കന്നുകാലികൾക്ക് സുരക്ഷിതത്വം വേണം, അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്ക്, മത്സ്യങ്ങൾക്ക്, ഇതിനൊക്കെ സുരക്ഷിതത്വം വേണം. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യൂഫ്രട്ടീസ് നദിയുടെ ഓരത്തെങ്ങാനും ഒരൊട്ടകം ചത്തുവീണാൽ നടന്നു പോകുന്ന വഴിയിൽ ആ വഴിയിലെ പേവ്മെന്റ് ശരിയല്ലാത്തതിന്റെ പേരിൽ പുഴവെള്ളം കയറിയിട്ടോ അല്ലാതെ അവിടെ ഇടിഞ്ഞു പോയിട്ട് ഒരൊട്ടകമെങ്ങാനും കാലിടറി വീണ് ചത്തുപോയാൽ നാളെ ഉമറിനോട് ചോദ്യമുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന് ഉമർ എന്നവർ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഖലീഫ. അതുകൊണ്ട് അറിയണേ, നിങ്ങളുടെ അധികാര പരിധിയിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് നിങ്ങളുടെ നീതി ലഭിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇമാം ഔസാഇ ഓർപ്പിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഖുർആനിലെ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ വല്ലിപ്പയാണ് പറഞ്ഞു തന്നത്. അതായത് അബ്ബാസ് തങ്ങൾ റളിയല്ലാഹു അൻഹു, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ. യാ ദാവൂദ്, ദാവൂദ് നബിയേ, ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, പ്രപഞ്ചത്തിലെ വലിയൊരളവോളം ഭൂപ്രദേശം ഭരിക്കാൻ അവസരമുണ്ടായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഫലസ്തീനിലാണ്, മസ്ജിദുൽ അഖ്സയുടെ തൊട്ടു മുമ്പിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം നബിയായിരുന്നു, രാജാവായിരുന്നു. വിശുദ്ധ ഖുർആൻ ദാവൂദ് നബിയോട് അല്ലാഹു പറഞ്ഞ ഒരു വാക്യം ഖുർആൻ ഉദ്ധരിക്കുകയാണ്. സൂറത്തു സ്വാദിൽ, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, ദാവൂദ് നബിയെ, നിങ്ങളെ ഞാൻ ഭൂമിയിൽ എന്റെ പ്രതിനിധിയായി നിയോഗിക്കുകയാണ്. ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്, അതുകൊണ്ട് ജനങ്ങളോട് സത്യവും നീതിയും ഉപയോഗിച്ച് നിങ്ങൾ ഭരണം നടത്തണം. വലാ തത്തബിഇൽ ഹവാ, നിങ്ങളുടെ ശരീരേച്ഛകളെ നിങ്ങൾ പിന്തുടരരുതേ. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? അതിന്റെ വ്യാഖ്യാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു തന്നു. എന്താണ് ഈ നീതിയോടുകൂടെയുള്ള ഭരണം? ദാവൂദ് നബിയോട് സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹത്തിനൊത്തല്ല, സത്യത്തിനൊത്താണ് വിധിക്കേണ്ടത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ രാജാവേ? അല്ലാഹു ദാവൂദ് നബിയോട് പറയുന്നു, ദാവൂദ് നബിയേ, അഖ്ഇദിൽ ഖസ്മൈനി ബൈന യദൈക്, വാദിയെയും പ്രതിയെയും, ഒരു കേസുണ്ടായാൽ വാദിയെയും പ്രതിയെയും നിങ്ങളുടെ മുമ്പിലാണ് ഇരുത്തേണ്ടത്, നിങ്ങളുടെ മുമ്പിലാണ് ഇരുത്തേണ്ടത്. അതിലേതെങ്കിലും ഒരാൾ നിങ്ങളുടെ ബന്ധുവോ നിങ്ങളുടെ പരിചയക്കാരനോ ആണെങ്കിൽ അയാൾക്ക് അനുകൂലമായി വിധി പറയാൻ നിങ്ങളുടെ മനസ്സ് മന്ത്രിച്ചു എന്ന് വരും. അങ്ങനെയല്ലേ? ഇതെന്റെ ബന്ധുവല്ലേ, ഇതെന്റെ കുടുംബക്കാരനല്ലേ, ഇതെന്റെ പരിചയക്കാരനാണ്.
വാദിയും പ്രതിയും നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ന്യായവും അന്യായവും ഏതാണെന്ന് നോക്കി നിങ്ങൾ നീതിയുക്തമായി ഭരണം കൈയാളേണ്ട ആളാണ്. അതുകൊണ്ട് വാദിയിലോ പ്രതിയിലോ ഒരാൾ നിങ്ങളുടെ ബന്ധുവോ നിങ്ങളുടെ സുഹൃത്തോ ആണെങ്കിൽ അവർക്ക് അനുകൂലമായി വിധി പറയാൻ നിങ്ങളുടെ മനസ്സു പറയും. വലാ തത്തബിഇൽ ഹവാ, ആ മനസ്സിന്റെ പ്രേരണയെ നിങ്ങൾ പിന്തുടരരുത്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളെ ഞാൻ എന്റെ പ്രവാചകത്വ പദവിയിൽ നിന്ന് നീക്കും ദാവൂദ് നബിയെ. പിന്നെ എന്റെ പ്രതിനിധിയാവാൻ നിങ്ങൾക്കാവില്ല. യാ ദാവൂദ് നബിയെ, ജഅൽതു റുസുലി ഇലാ ഇബാദി റിആഅൻ കറിആഇൽ ഇബിൽ. എന്റെ പ്രവാചകന്മാരെ ജനങ്ങളിലേക്ക് ആട്ടിടയന്മാരെ പോലെയാണ് ഞാൻ നിയോഗിച്ചത്. ഒട്ടകങ്ങളെ മേച്ചു നടക്കുന്നവരെ പോലെ എന്റെ അമ്പിയാക്കന്മാർ അവരാണ്. എന്തുകൊണ്ട്? ലിഇൽമിഹിം ബിർറഇയ്യ, അവർക്ക് അവരുടെ ജനങ്ങളെ പറ്റി അറിയാം. വരിഫ്ഖിഹിം ബിസ്സിയാസ, അവരിൽ എങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങൾ നടപ്പാക്കണമെന്ന് ഒട്ടകക്കൂട്ടങ്ങളെ അതിന്റെ യജമാനൻ അറിയുന്ന പോലെ എന്റെ അമ്പിയാ ഇന്ന് ജനങ്ങൾ അറിയാം. ലിയജ്ബിറു അൽ കസീർ, പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണം. വയക്ലഉൽ ഹസീല അലൽ കലഇ വൽ മാ, ഉണങ്ങി ദാരിദ്ര്യം പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക്, ഒട്ടകങ്ങൾക്ക് പുല്ലും വെള്ളവും കൊടുക്കുന്ന പോലെ എന്റെ മനുഷ്യ സമുദായത്തെ അറിയുന്നവരാണ് പ്രവാചകന്മാർ. അവർക്ക് ന്യായമായത് വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് പ്രവാചകന്മാരെ ഞാൻ ഒട്ടകങ്ങളുടെ ഇടയന്മാരെ അയക്കുന്ന പോലെ എന്റെ പ്രവാചകന്മാർ ജനങ്ങളെ അറിയുന്നവരാണ് എന്ന് ദാവൂദ് നബിയോട് അള്ളാഹു പറഞ്ഞതാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം രാജാവേ. ഇമാം ഔസാഇ തങ്ങളുടെ ലോകപ്രസിദ്ധമായ ഒരു അഭിസംബോധനയാണിത്. യാ അമീറൽ മുഅ്മിനീൻ, ഇത് പറഞ്ഞതിന് ഒരുപാട് സമ്പത്ത് കൊടുത്തു ഔസാഇ. എന്ത് ചെയ്തു എന്ന് അവസാനം കാണാം. യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു അൻസ്വാരിയായ ഒരാളെ സകാത്ത് വാങ്ങിക്കാൻ വേണ്ടി നിയമിച്ച നേരം കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആ ജോലി ചെയ്യാതെ അദ്ദേഹം തിരിച്ചു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ചത് എന്നോട് പറയാതെ? അതിന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം കൊടുത്ത മറുപടി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, നിയമം നടപ്പാക്കേണ്ട ആളുകൾ അത് നടപ്പാക്കിയില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചങ്ങലകളിൽ ബന്ധിതരായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കിത് വേണ്ട, അധികാരം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറുകയാണ്. വളരെ മനോഹരമായ സാരോപദേശം. നമ്മുടെ സമയം അവസാനിച്ചു. നമുക്ക് അതിന് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇമാം ഔസാഇയുടെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള എങ്ങനെ അധികാരികൾ അവരുടെ ജനങ്ങളോട് എങ്ങനെ നീതിയും നന്മയും നടപ്പാക്കണമെന്ന് ഖലീഫ മൻസൂറിനോട് ഒരുപിടി പ്രവാചകധ്യാപനങ്ങൾ പറഞ്ഞുകൊടുത്ത ഖലീഫ മൻസൂർ നന്മയുടെ കൂടെ നിൽക്കുകയും തിന്മയെ ഒരുമിച്ച് നിന്ന് തിന്മയെ പ്രതിരോധിക്കുകയും നന്മയെ സ്നേഹത്തോടെ വളർത്തുകയും ചെയ്ത് സമുദായത്തിന്, രാജ്യത്തിന് നന്മ ചെയ്യാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.